السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله خير الأسماء في الأرض والسماء وهو السميع العليم. اللهم صل على سيدنا وحبيبنا محمد صلى الله عليه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ألف الألف نظام مده أعلى الأعلى أول السطور بسم الله بدأ القال قال أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال.
تاه قلبي مذ أتيت واديا قاف ما تاب عن وداد طه تاليا للتالي تال ثاب ثابت الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جود من جاد الوجود وجوده جاد الجوى جمعا وفرقا بعد جمع الجمع للرجال جال خلي خلة الخذلان خوف الخاتمة خاذل خليلا خامل الوصف من الخلخال خال حب حبي حبة في لب قلبي أنبتت حدودها ما كل حب منه للمحال حال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلوا وسلموا على الحبيب محمد اللهم صل وسلم وبارك عليه. സർവാധരണീയരായ വേദിയുടെ അധ്യക്ഷൻ ആദരണീയരായ അലവിക്കുട്ടി സാഹിബ് അവറുകളെ, ഈ വേദിയിൽ ഉദ്ഘാടന ഭാഷണം നടത്തി പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ആദരണീയരായ ഉസ്താദ് നാസർ ഫൈലി ഉസ്താദ് അവറുകളെ, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട CP അലി ഹാജി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടി സാഹിബ്, അതുപോലെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അൻസാറുൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ ആദരണീയരായ കമ്മിറ്റി ഭാരവാഹികളെ, ഈ തെക്കൻ കുറ്റൂരിലെ മറ്റു പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും വളരെ ശ്രേഷ്ഠമായൊരു കർമ്മത്തിനു വേണ്ടി സംഗമിച്ചതും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അവൻ ഇഷ്ടപ്പെട്ട മജ്ലിസുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ സ്വലാത്തിന്റെ വാർഷികവും അതോടനുബന്ധിച്ച് 2 ദിവസത്തെ മതപ്രഭാഷണവുമാണ് തീരുമാനിച്ചതും അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ആരംഭിക്കാൻ സാധിച്ചതും. സൃഷ്ടാവായ റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. അൽഹംദുലില്ലാഹി ഹംദൻ കസീറ. അല്ലാഹു നമ്മിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങളെ, രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ എല്ലാ വിധത്തിലുള്ള ആവശ്യങ്ങളെയും ഖൈറായ രൂപത്തിൽ പടച്ച റബ്ബ് നമുക്ക് നിറവേറ്റി തരട്ടെ.
ഓരോ നിമിഷവും അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കാൻ ഇത്തരം മജ്ലിസ് നമുക്ക് കാരണമാക്കി തരട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളിൽ നമ്മുടെ മജ്ലിസിനെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആഖിബത്ത് നന്നായി മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരട്ടെ. ഈ സ്വലാത്തിന് നമുക്ക് നേതൃത്വം നൽകിയ, ഇജാസത്ത് നൽകിയ ആദരണീയരായ അത്തിപ്പറ്റ ഉസ്താദ്, അതുപോലെ ആദരണീയരായ നമ്മുടെ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ദീനിനെയും സുന്നത്ത് ജമാഅത്തിനെയും ഇനിയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കാൻ അല്ലാഹു അവർക്കൊക്കെ ശേഷിയും ശേമുഷിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലു നമ്മെ പടച്ച് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും നമുക്ക് പ്രദാനം ചെയ്തു. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിച്ചു തന്നു. ഇഹലോകത്തെ അധ്വാനത്തിനനുസരിച്ചാണ് പരലോകത്തെ വിജയമെന്ന് നമ്മെ പഠിപ്പിച്ചു തന്നു. കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരാൻ ആദരണീയരായ പ്രവാചകന്മാരെ നമ്മിലേക്ക് അല്ലാഹു നിയോഗിച്ചു തന്നു. പരിശുദ്ധ ദീനിന്റെ, ശരീഅത്തുൽ ഇസ്ലാമിന്റെ സമ്പൂർത്തീകരണം പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ മനോഹരമായി പ്രഖ്യാപിച്ചു. ലോകത്ത് എവിടെ നോക്കിയാലും വളരെ ആദർശപരമായി ജീവിക്കാനുള്ള അവസരങ്ങൾ മുസ്ലിമീങ്ങൾക്ക് കൈവന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങളിൽ അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ വളരെയേറെ പഠിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹു മനുഷ്യന് സംവിധാനിച്ചു വച്ചിരിക്കുന്ന സ്വർഗം നന്ദിയുള്ളവരുടെ സങ്കേതമാണ്. ക്ഷമയോടെ ജീവിച്ച് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ കാര്യങ്ങൾ നിർവഹിച്ച് അനിഷ്ടകരമായി എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ച് ഇഹത്തിലെയും പരത്തിലെയും വലിയ വിജയങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അധ്വാനം ഏത് രൂപത്തിലാണ് കടന്നുപോകുന്നത്, ഓരോന്നും കൃത്യമായി വിചാരണക്ക് വിധേയമാക്കുമെന്നും അല്ലാഹുവിനെ ഓരോ നിമിഷവും സൂക്ഷിച്ച് ജീവിക്കണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തി. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യ സന്തതികളെ നാം പഠിച്ചിട്ടുള്ളത്. സൂറത്തുൽ തീൻ നമ്മളൊക്കെ കാണാതെ പഠിച്ച, സ്ഥിരമായി പാരായണം ചെയ്യുന്ന സൂറത്തുൽ തീനിൽ വളരെ മനോഹരമായി അല്ലാഹു ജല്ല ജലാലു നമ്മെ പഠിപ്പിച്ചു ഈ വിഷയം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون لقد خلقنا الإنسان في أحسن تقويم ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല രൂപത്തിൽ.
മറ്റുള്ള ജീവിവർഗങ്ങളെക്കാൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും സുന്ദരനും കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ മറ്റുള്ളവരെക്കാൾ ഉത്തമനും മനുഷ്യനാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എന്നാൽ ثم رددناه أسفل سافلين. അല്ലാഹു ഒരുപാട് ആദരവ് നൽകി മനുഷ്യനെ ബഹുമാനിച്ചു ആദരിച്ചു. എങ്കിലും മനുഷ്യന്മാരിൽ ചിലർ അല്ലാഹു തനിക്ക് നൽകിയ ആദരവിനെ തിരിച്ചറിയാതെ, തനിക്കുള്ള ബഹുമാനമെന്തെന്ന് മനസ്സിലാക്കാതെ ثم رددناه أسفل سافلين. ഏറ്റവും താഴെക്കിടയിൽ അധപ്പതനത്തിന്റെ പടുകുഴി അവനായിട്ട് തോണ്ടിവച്ചു. റബ്ബ് തആല ഇതേ മനുഷ്യനെ താഴെക്കിടയിലേക്ക് മാറ്റുകയും ചെയ്തു. ഉന്നതമായ രൂപത്തിൽ പടച്ച മനുഷ്യൻ ഏറ്റവും താഴെക്കിടയിലേക്ക് ചിലർക്കൊക്കെ പോകേണ്ടി വന്നതോ എന്നത് അല്ലാഹു ജല്ല ജലാലു ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് ആരാണ് അധപ്പതനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ എന്നത് വലിയൊരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. മുത്തു റസൂലിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ, ആ മജ്ലിസുമായി ബന്ധപ്പെട്ട മതപ്രസംഗത്തിന്റെ ഈ സദസ്സിൽ യഥാർത്ഥ ഈമാനിലേക്ക് എത്തിച്ചേരാൻ നമുക്കിത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി തരുകയാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. സൽക്കർമ്മം ചെയ്ത ആളുകൾ, നിരന്തരമായി സൽക്കർമ്മം ചെയ്ത ആളുകൾ, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അവർക്ക് മുറിയാത്ത, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത, അവർ മരിച്ചാലും ഖബറിലേക്ക് കൂലികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ തേടിയെത്തുകയാണ്. മനുഷ്യരെ മൊത്തമായി അല്ലാഹു ആദരിച്ചു. ചിലർക്ക് ഈ ആദരവ് മനസ്സിലാകാത്തത് കൊണ്ട് അധപ്പതനത്തിലേക്ക് വീഴേണ്ടി വന്നു. ചിലരാവട്ടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും ജീവിതത്തിലെ വിഷമങ്ങളിലും ഒന്നും മനം മടുക്കാതെ പ്രതീക്ഷയോടെ അല്ലാഹു തന്ന ജീവിതത്തെ സത്യവിശ്വാസം കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നോട്ട് കരുപ്പിടിപ്പിച്ച് അല്ലാഹുവിന്റെ സ്വർഗം ലക്ഷ്യമായി പരിശ്രമിച്ചപ്പോൾ അവർക്ക് മുറിയാത്ത പ്രതിഫലങ്ങൾ അവരെ തേടിയെത്തി. അല്ലാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ വിചാരിക്കണ്ട ഞാൻ ഏറ്റവും നല്ല രൂപത്തിലാണ് ഉള്ളത് എന്ന്. നമ്മൾ പരിശ്രമിക്കേണ്ടവരാണ്. ഏറ്റവും നല്ലവൻ ആരാണെന്ന് ചോദിക്കുമ്പോ നമുക്ക് തോന്നാൻ നിൽക്കണ്ട ഞാനാണ് ഈ സദസ്സിൽ ഏറ്റവും നല്ലവനെന്ന്. അങ്ങനെ തോന്നിയാ പിന്നെ തീർന്നു കാര്യം. ഈ സദസ്സിൽ എന്നെക്കാൾ നല്ലവരാണുള്ളത്. എനിക്കൊരുപാട് ഉന്നതിയിലേക്ക് എത്താനുണ്ട്. ഒരുപക്ഷെ ഈ സദസ്സിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ് എന്നെനിക്ക് തോന്നുമ്പോ എനിക്കുന്നതിയിലെത്താനുള്ള അവസരങ്ങളെ ഞാൻ തേടിപ്പിടിക്കും. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരു മനുഷ്യന്റെ പേരിന്റെ സമീപത്ത് അല്ലാഹു അർശിന്റെ താഴെ ആ വ്യക്തിയെ കുറിച്ച് ഷാക്കിറെന്നും സ്വാബിറെന്നും എഴുതി വെക്കും. അയാളുടെ മനോഗതിയിൽ അയാളൊരു ചിന്ത വെച്ച് പുലർത്തുകയാണെങ്കിൽ നമ്മുടെ പേരിന്റെ നേരെ ഇവൻ നന്ദിയുള്ളവനാണ്, ഇവൻ ക്ഷമയുള്ളവനാണ് എന്ന് ഷാക്കിറെന്നും സ്വാബിറെന്നും എഴുതി വെക്കും. എപ്പോഴാണത്? ഞാൻ ഏറ്റവും ഉഷാറാണെന്ന് ചിന്തിക്കുമ്പോഴല്ല, വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ട വിഷയമാണത്.
നമ്മളെയൊക്കെ തേടിയെത്തുന്ന രണ്ടു കാര്യങ്ങൾ, ഒന്ന് ദുനിയാവ്, രണ്ട് ദീന്. രണ്ടുണ്ടല്ലോ, ഓരോ വ്യക്തിക്കും ഉണ്ട്. മതമുള്ളവനും ഉണ്ട് ദീന്, മതമില്ലാത്തവനും ദീനുണ്ട്. ദീൻ എന്ന് പറയുന്നത് എന്താണോ അവന്റെ സംസ്കാരം, അതാണ്. ഒരു സത്യവിശ്വാസിയുടെ സംസ്കാരം എന്താണോ, യഥാർത്ഥ ഈമാനിൽ അധിഷ്ഠിതമായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുത്തൻ ചിന്തിക്കുകയാണ്, ദുനിയാവിന്റെ വിഷയത്തിൽ എന്നെക്കാൾ താഴെയുള്ള ആളിലേക്ക് നോക്കിക്കൊണ്ട് സാമ്പത്തികമായി മറ്റുള്ള പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് വീടും എന്റെ പറമ്പും എനിക്ക് കിട്ടിയ അധികാരങ്ങളും മറ്റു എന്റെ പക്കലുള്ള ആസ്തികളൊക്കെ നോക്കി ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തിയിട്ട് എന്നെക്കാൾ താഴെയുള്ളവനിലേക്ക് നോക്കാൻ എനിക്ക് കഴിവുണ്ടാകുകയും ആ അവസ്ഥ കണ്ടിട്ട് റബ്ബേ അയാളെക്കാൾ ഞാനൊരു പടി മുന്നിലാണല്ലോ, അൽഹംദുലില്ലാ എന്നൊരു മനുഷ്യന് പറയാൻ കഴിയുമ്പോ, അങ്ങനെ ആർക്കാ കഴിയാറ്? അങ്ങനെ ആർക്കാണ് കഴിയാറ്? നമ്മുടെ ചെറിയൊരു മാരുതി 800മായി പോകുന്ന നമ്മൾ മുന്നിലൂടെ ഒരു ഇന്നോവ പോകുമ്പോ നമ്മൾ വിചാരിക്കും എന്റേതും മാരുതി 800 ആണല്ലോ, അയാളെത്ര ഉഷാർ, അയാളെത്ര ഉഷാർ, അയാൾക്ക് ഇന്നോവ ഉണ്ടല്ലോ, എനിക്ക് ഇതല്ലേ ഉള്ളൂ. എന്നാൽ ഒരു യഥാർത്ഥ മുഅ്മിൻ, അല്ലാഹുവേ എനിക്ക് ഇതുണ്ടല്ലോ അൽഹംദുലില്ലാ, അയാൾക്കൊരു വാഹനം പോലുമില്ലല്ലോ, നീ എനിക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ ഉന്നതിയിലാണ് റബ്ബേ. വാഹനം ഒരു ഉദാഹരണം മാത്രം. വീടിന്റെ കാര്യം, പറമ്പിന്റെ കാര്യം, ജോലിയുടെ കാര്യം, ഓരോ വിഷയവും എടുത്തു നോക്കി ദുനിയാവിലെ തുലനങ്ങൾ നമ്മെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാൻ കഴിയുമ്പോ അല്ലാഹു ആ മനുഷ്യനെ കുറിച്ച് നന്ദിയുള്ളവനെന്നും ക്ഷമിക്കുന്നവനെന്നും അവന്റെ പേരിന്റെ നേരെ അർശിന്റെ താഴ്ഭാഗത്ത് എഴുതി വെക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നുണ്ട്, നീ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരിക്കലും നിന്നെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല. കാരണം എന്തേ? നിന്നെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് തന്ന നിഅമത്തിനെ നീ വില കുറച്ചു കാണും. അതാണല്ലോ ഉണ്ടാവുക. എന്നെക്കാൾ മുകളിലുള്ളവരിലേക്കാണ് എന്റെ നോട്ടെങ്കിൽ എനിക്ക് എന്റെ റബ്ബ് തന്ന നിഅമത്തിനെ കുറിച്ച് ഒരു നോട്ടം ഉണ്ടാവില്ല. നമ്മളാകെ മോശപ്പെട്ടവൻ എന്ന ചിന്തയിൽ അല്ലാഹു തന്ന നിഅമത്തിനെ നിസ്സാരവൽക്കരിച്ചൊരു ചിന്ത. അങ്ങനെ ചെയ്യരുത്. താഴെയുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്നൊരു 1000 തവണ പറയാൻ ഒരു മുഅ്മിനിന് കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ദുനിയാവിന്റെ വിഷയത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മെക്കാൾ മുകളിലുള്ളവരിലേക്കാണ്. നമ്മെക്കാൾ മുകളിലുള്ളവരിലേക്ക്. അതെങ്ങനെ? 5 വഖത്തിനും കൃത്യമായി ജമാഅത്തില്ലെങ്കിലും നിസ്കരിക്കുന്നൊരു മനുഷ്യൻ, 5 വഖത്തിനും നിസ്കരിക്കുന്നൊരു മനുഷ്യൻ, അവൻ നോക്കേണ്ടത് 5 വഖത്തിനും ജമാഅത്തായി പള്ളിയിൽ പങ്കെടുക്കുന്ന ഒരാളെയാണ്. കാരണം എന്തേ? അല്ലാഹുവേ ആ വ്യക്തി കണ്ടോ, അയാൾ 5 വഖത്തിലും ജമാഅത്തിലാണല്ലോ, എനിക്ക് അയാളെപ്പോലെ ആകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ദീനിന്റെ വിഷയത്തിൽ ഇങ്ങനെയാ നോക്കേണ്ടത്. നമ്മുടെ നോട്ടെങ്ങനെ? ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നെങ്കിലുണ്ട്, ആ സുലൈമാൻ നോക്ക് നിസ്കാരം പോലും ഇല്ല, അപ്പൊ ഞാനല്ലേ ഉഷാറ്. നോട്ടം അങ്ങോട്ടാണ് മാറ്റേണ്ടതെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്നെക്കാൾ ദീനിന്റെ വിഷയത്തിൽ ഉയരത്തിലെത്തിയ ആളെ നോക്കി ഞാൻ കൂടുതൽ നല്ലവനാകാൻ പരിശ്രമിക്കുന്നിടത്ത് എന്റെ പേരിന്റെ നേരെ അല്ലാഹു അർശിന്റെ താഴ്ഭാഗത്ത് ശാകിറെന്നും സ്വാബിറെന്നും എഴുതി വെക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നമ്മുടെ ചെറിയ ഒരു ചിന്തയിൽ പോലും ഈ ഒരു വ്യത്യാസം നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെയാണ് യഥാർത്ഥ ഈമാനുള്ള ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ വ്യതിരക്തത മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധേയമാകുന്നത്. ഏറ്റവും ഉന്നതനായി ഉയർത്തിയത് മനുഷ്യനെയാണ്, ഏറ്റവും താഴെക്കിടയിലേക്ക് എത്തിയതും മനുഷ്യൻ തന്നെയാണ്. ഏറ്റവും താഴെക്കിടയിലെത്തിയതും മനുഷ്യൻ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ചിലരുടെ ഹൃദയത്തെ കുറിച്ച് പറയാറുണ്ട്, ഇവന്റെ മനസ്സെന്താ, ഇവന്റെ ഹൃദയമെന്താ, കല്ലാണോ? അല്ലേ? ചില കടുത്ത തീരുമാനങ്ങളും കടുത്ത പെരുമാറ്റങ്ങളും ചിരലിൽ നിന്ന് നമുക്ക് നേരിടുന്ന അവസരത്തിൽ നമ്മൾ അവരെ കുറിച്ചൊരു പരാമർശം നടത്താറുണ്ട്. ഓന്റെ കൽബെന്താ, കല്ലാണോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖൽബ്, ഹൃദയം കല്ലാണോ എന്ന് മനുഷ്യരെ കുറിച്ച് പറയുന്നുവെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ കല്ലിനോട് ഉപമിക്കരുതേ. കാരണം കല്ലുപോലും പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. കല്ലുപോലും അല്ലാഹുവിനെ ഭയപ്പെടുന്നു, അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. വഇന്ന മിനൽ ഹിജാറ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قست قلوبهم من بعد ذلك ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. നമ്മുടെ വിഷയം എന്താ? മനുഷ്യത്വം മരവിച്ചുപോയ മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറയുമ്പോ മാനുഷികമായ ഒരവസ്ഥയുണ്ടവന്. അതും മരവിക്കുന്നത് ഹൃദയം കടുത്തു പോകുമ്പോഴാണ്. നമ്മൾ ഉപമിക്കാറ് കല്ലിനോടാണ്. എന്നാൽ ഖുർആൻ കല്ലിനോട് ഉപമിക്കരുതെന്നല്ല, കല്ല് മനുഷ്യന്റെ കടുത്തുപോയ ഹൃദയത്തെക്കാൾ നല്ലതാണെന്ന്. പിന്നെ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. ആ ഹൃദയം കല്ലുപോലെയായി. ഔ അശദ്ദു ഖസ്വ, കല്ലിനേക്കാൾ കടുത്തുപോയി. കാരണം എന്തേ? വഇന്ന മിനൽ ഹിജാറ, ചില കല്ലുകൾ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ആ കല്ലിൽ നിന്നാണ് അരുവികൾ ഒഴുകി വരുന്നത്. അല്ലേ? ആ കല്ലിൽ നിന്നാണ് അരുവികൾ ഒഴുകി വരുന്നത്. മലമുകളിൽ നിന്ന്, പാറയിടുക്കിൽ നിന്ന്, പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് നല്ല തെളിനീരുറവ കടന്നു വരികയാണ്. وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ مِنْهُ الْمَاءُ لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ وَإِنَّ مِنْهَا, ചില കല്ലുകൾ ലമാ യശഖഖു, അത് പിളർക്കുമ്പോഴാണ് ഫയഖ്റുജു മിൻഹുൽ മാ, വെള്ളം ഉറവ് പൊട്ടുന്നത്. കിണറ്റിന്റെ അടിയിൽ പാറ കണ്ടോ അൽഹംദുലില്ലാ, പാറ കണ്ടാൽ രക്ഷപ്പെട്ടു, പൊട്ടിച്ച വെള്ളം കിട്ടുമല്ലോ. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ,
വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. മനുഷ്യന്മാരുടെ ഹൃദയത്തെ കല്ലിനോട് ഉപമിക്കരുതേ. കാരണം കല്ലുകൾ മലമുകളിൽ നിന്ന് താഴോട്ടുരുണ്ടു വീഴുന്നത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. അല്ലാഹുവിനെ ഭയന്നിട്ടാണ് കല്ലുകൾ ഉരുണ്ടു വീഴുന്നത്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതോരോന്നും അല്ലാഹു അശ്രദ്ധവാനാണെന്ന് വിചാരിക്കണ്ട. അല്ലാഹു എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. അതുകൊണ്ട് കടുത്തുപോയ മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയാൽ കല്ലിനേക്കാൾ മോശമാണത്. കല്ലിനേക്കാൾ മോശമാണത്. കല്ലിന്റെ കാര്യം എങ്ങനെ നമ്മൾ പറയും മൃഗങ്ങൾ എന്ന്, അല്ലേ? മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിന്റെ ദൂഷ്യം വല്ലാതെയാകുമ്പോൾ പറയാറുണ്ട്, മൃഗമാണോ അവൻ, മൃഗമാണോ അവൻ. ഒരിക്കലും മൃഗങ്ങളെ കുറിച്ച് പറയരുതേ. മൃഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയിലേക്ക് മനുഷ്യന്മാരെത്തിപ്പെടാറുണ്ട്. ഇതും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. ഇതും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്? സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫ് 179-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ أُولَئِكَ هُمُ الْغَافِلُونَ. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വിഷയം. നേരത്തെ മനുഷ്യന്റെ ഹൃദയത്തെ കല്ലിനോട് ഉപമിക്കാറുണ്ട്, എന്നാൽ ഹൃദയം കല്ലിനേക്കാൾ കാഠിന്യമാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആ ആയത്തിന്റെ പരിസമാപ്തിയിൽ അല്ലാഹു അശ്രദ്ധവാനാണെന്ന് വിചാരിക്കണ്ട എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. സൂറത്തുൽ അറാഫിലെ 179-ാമത്തെ ആയത്തിലും മനുഷ്യന്മാര് ചിലരുടെ പ്രവൃത്തി കാണുമ്പോ മൃഗങ്ങളോട് ഉപമിക്കാറുണ്ട്. എന്നാൽ മനുഷ്യന്റെ പ്രവർത്തനം, ദുശ്ചെയ്തികൾ മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് വരുന്നത്. അവിടെയും അല്ലാഹു പറഞ്ഞു അവർ അശ്രദ്ധവാന്മാരാണ്. ശ്രദ്ധ ഹൃദയത്തിന്റെ വിഷയമാണ്. അശ്രദ്ധയുണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ ഏറ്റവും വലിയ മൂല്യമായ മാനുഷികത അവൻക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അശ്രദ്ധയുണ്ടാകുമ്പോഴാണ്. അല്ലാഹു നമ്മെ ഏറ്റവും നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണ് ഈ വിഷയം? ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. നമ്മുടെ ഹൃദയം കല്ലാകാനും പാടില്ല, കല്ലിനേക്കാൾ മോശമാവാനും പാടില്ല. നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് മൃഗമാണോ എന്നും ചോദിക്കാൻ പാടില്ല, മൃഗങ്ങളെക്കാൾ മോശകരമാവാനും പാടില്ല. അതിനുള്ള ടിപ്സാണ് പരിശുദ്ധ ഖുർആൻ പകർന്നു തരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. വലഖദ് ദറഅനാ, നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്, നമ്മൾ പടച്ചിട്ടുണ്ട്. ലിജഹന്നം, നരകത്തിനു വേണ്ടി നമ്മൾ പടച്ചിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യന്മാരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം ആളുകളെ നമ്മൾ പടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ റിക്രൂട്ട്മെന്റ് സ്വഭാവം നോക്കിയിട്ടാണ്.
നരകത്തിലേക്കുള്ള ഈ റിക്രൂട്ട്മെന്റ് ക്യാരക്ടറാണ് അല്ലാഹു പറയുന്നത്, വ്യക്തികളെയല്ല പരാമർശിച്ചത്. അവരുടെ സ്വഭാവം പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധേയമാണ്, ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ സ്വഭാവത്തിലോ ഉണ്ടെങ്കിൽ അത് മാറ്റിയാൽ നരകത്തിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം ആളുകളെ നരകത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സ്വഭാവം? ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ, നമ്മൾ അവർക്ക് കൊടുത്ത ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കുന്നേയില്ല. നരകക്കാരുടെ സ്വഭാവമാണിത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട്, റബ്ബ് തആല തന്ന ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല, പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ ബുദ്ധി ഉപയോഗിച്ച്, അല്ലാഹു തന്ന സെൻസ് ഉപയോഗിച്ച്, റബ്ബ് തആല തന്ന നമ്മുടെ വിവേകം ഉപയോഗിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാനും അവന് കഴിയുന്നില്ല. ചെറിയൊരു ബുദ്ധിമതി മനുഷ്യന്റെ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടാൻ. അപ്പോഴാണ് മറ്റുള്ള ജീവിവർഗങ്ങളെക്കാൾ വിവേകപരമായിട്ടുള്ള മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ സൃഷ്ടികൾ മൂന്ന് രൂപത്തിലാണ്. ഒരു വിഭാഗത്തിന് അള്ളാഹു വികാരം മാത്രം കൊടുത്തു. ആരാണവർ? മൃഗങ്ങളാണത്. മറ്റൊരു വിഭാഗത്തിന് അല്ലാഹു വിവേകം മാത്രം കൊടുത്തു. ആരാണത്? മലക്കുകളാണത്. മറ്റൊരു വിഭാഗത്തിന് അല്ലാഹു വികാരവും കൊടുത്തു, വിവേകവും കൊടുത്തു. മനുഷ്യരും ജിന്നുകളുമാണത്. മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ അവന്റെ വികാരത്തെ കൺട്രോൾ ചെയ്ത് വിവേകം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മലക്കിനേക്കാൾ ഉന്നതിയിലെത്തുമെന്നതിന്റെ തെളിവാണ് മനുഷ്യരിൽ ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മനുഷ്യൻ വികാരത്തെ നിയന്ത്രിക്കാതെ, വിവേകത്തെ ഒരു തരിമ്പ് പോലും ഉപയോഗിക്കാതെ വികാരത്തിന്റെ അടിമയായി ജീവിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെക്കാൾ മോശം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫ് അതാ പറയുന്നത്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ബുദ്ധിയുണ്ട്, ചിന്തിക്കുന്നേയില്ല. വലഹും അഅ്യുനുൻ, കണ്ണുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, അവർ കാണേണ്ടതല്ല കാണുന്നത്, ആ കണ്ണുകൊണ്ട് അവർ കാണുന്നേയില്ല. വലഹും ആദാൻ, ചെവികളുണ്ട് അവർക്ക്, ലാ യസ്മഊന ബിഹാ, ആ ചെവികൾ കൊണ്ട് നല്ലതല്ല അവർ കേൾക്കുന്നത്, കേൾക്കുന്നേയില്ല. നല്ലത് കേൾക്കാത്തവർ കേൾക്കുന്നേയില്ല. ലാ യസ്മഊന ബിഹാ. എന്നിട്ട് ഖുർആൻ അവരെ കുറിച്ച് ഉലൈക കൽ അൻആം, അവര് നാൽക്കാലികളെ പോലെയാണ്. ആരെ? ബുദ്ധി ഉപയോഗിച്ച് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് തിരിച്ചറിയാതെ നട്ടം തിരിഞ്ഞ് അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നവർ, കണ്ണ് തന്നിട്ട് അശ്ലീലം കാണാൻ മെനക്കെടുന്നവർ, കാതു കൊടുത്തിട്ട് വൃത്തികേട് കേൾക്കാൻ സമയം മെനക്കെടുന്നവർ, ഉലൈക കൽ അൻആം, അവര് നാൽക്കാലികളെ പോലെയല്ലേ. എന്നിട്ട് അത് പറഞ്ഞു നിർത്തിയോ? ഇല്ല. ബൽ ഹും അളല്ല്, നാൽക്കാലികളെക്കാൾ അങ്ങേറ്റം വഴി പിഴച്ചവരും ദുഷിച്ചവരുമാണ് ആ വിഭാഗം മനുഷ്യന്മാർ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. വഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ ഏറ്റവും വലിയ അശ്രദ്ധവാര് തന്നെയാണ്. അവരശ്രദ്ധവര് തന്നെയാണ്. അല്ലാഹു അശ്രദ്ധയെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പ്രാർത്ഥനയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അല്ലാഹുവേ അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മടി, അലസത,
അന്ധമില്ലായ്മ. അല്ലാഹു ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനിന്റെ യഥാർത്ഥ മനുഷ്യന്റെ ലക്ഷണം, അവൻ ബോധവാനായിരിക്കും. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നന്മയിലേക്ക് അവൻ എത്തിപ്പെടും. നന്മയുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിലേക്ക് അവർ കടന്നു ചെല്ലും. അല്ലാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ മനുഷ്യനല്ലാതിരിക്കുന്നത് അവന്റെ ഹൃദയത്തെ ശരിയായി ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോഴാണ്. അത് മറ്റുള്ള ജീവനില്ലാത്ത കല്ലിനേക്കാൾ മോശമാണ്. അത് ജീവനില്ലാത്ത കല്ലിനേക്കാൾ മോശമാണ്. മാത്രമല്ല, വികാരം മാത്രം കൊടുത്ത മൃഗങ്ങളെക്കാൾ മോശമായി മനുഷ്യനെ അധപ്പതനത്തിലേക്ക് കൊണ്ടുവരുത്തുകയും ചെയ്യും. എന്താണ് ഞാൻ എന്ന് മനുഷ്യന് തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ ചിന്തയിൽ നിന്നാണ് പരിസരങ്ങളെ നമ്മളൊന്ന് വീക്ഷിക്കേണ്ടത്. ഏറ്റവും നല്ല മനുഷ്യനാകാൻ നമുക്കല്ലാഹു അവസരം തന്നിട്ട് അത് ഉപയോഗപ്പെടുത്താൻ നമ്മക്കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെക്കാൾ ഹതഭാഗ്യർ പിന്നെ ആരാണ് നമ്മളെക്കാൾ ഹതഭാഗ്യർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലുഖാ. ഏറ്റവും നല്ല സത്യവിശ്വാസി, പരിപൂർണ ഈമാനുള്ള സത്യവിശ്വാസി ആരെന്നറിയോ? അഹ്സനുഹും ഖുലുഖാ. ഏറ്റവും വലിയ സൽസ്വഭാവിയാണ്, ഏറ്റവും വലിയ സൽസ്വഭാവിയാണ് പൂർണ്ണനായ മുഅ്മിൻ. അതെ, നമ്മുടെ സൽസ്വഭാവം നമ്മെ എത്തിക്കുന്ന ഒരു ഉയരമുണ്ട്, ഉന്നതമാണത് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുത്തുനബിയുടെ പ്രിയപ്പെട്ട അനുയായിയായിരുന്ന അല്ലാഹുവിന്റെ തിരുദൂതരുടെ അടുത്തുവന്ന് ചോദിച്ചൊരു സ്വഹാബി വനിതയുണ്ട്, അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹാ. അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ തിരുദൂതരോട് ഒരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എനിക്കൊരു സംശയമുണ്ട്. എന്താണ് സംശയം എന്നറിയോ? ഒരു പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടു. ഒരു പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടു. അവളുടെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞതിന്റെ ശേഷം മറ്റൊരാൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സ്വാഭാവികമായും ഇവൾക്ക് രണ്ടു ഭർത്താവായി. ഒരാൾ മരണപ്പെട്ടതാണെങ്കിലും സ്വർഗത്തിലേക്ക് രണ്ടുപേരും എത്തിയാൽ, ഇവളും എത്തിയാൽ, എന്റെ ചോദ്യം ഇതാണ് നബിയെ, രണ്ടു ഭർത്താവുള്ള ഇവളിൽ ആരുമായിട്ടാണ് ആ പെണ്ണ് സ്വർഗത്തിൽ ജീവിക്കുക നബിയെ? എന്റെ സംശയം ഇതാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തിരുദൂതർ ഉടനെ ഒരു മറുപടി കൊടുത്തു, എന്റെ പ്രിയപ്പെട്ട അസ്മാ, അയ്യുഹുമാ അഹ്സനു ഖുലുഖാ. ആ രണ്ട് ഭർത്താക്കന്മാരിൽ ഏറ്റവും നല്ല സൽസ്വഭാവി ആരാണോ അവന്റെ കൂടെയായിരിക്കും അവളുടെ സ്വർഗീയവാസം. ധരിച്ചുപോയി അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹാ. മുത്തുനബി കൂട്ടിച്ചേർത്തു, ദഹബ ഹുസ്നുൽ ഖുൽഖ് ബിഖൈറൈ ദുനിയാ വൽ ആഖിറ. അതെ, ദുനിയാവിലെയും ആഖിറത്തിലെയും സർവത്ര നന്മകളും സൽസ്വഭാവം കൊണ്ടുപോയിരിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് മുഅ്മിനെ, ഈമാനിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നിടത്ത് നമുക്കൊരു വിജയമുണ്ട്. ആ വിജയം നേടിയെടുത്തവരാണ് സ്വഹാബത്ത്. അവരോട് തുല്യരായിരിക്കാൻ, അവരെ പോലെ പരിശ്രമിക്കാൻ, അവര് വാങ്ങിയ കൂലി ഏറ്റുവാങ്ങാൻ നമുക്കുള്ള അവസരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ.
മുഅ്മിനീങ്ങളെ, നമ്മൾ വിചാരിക്കണ്ട ഞാൻ 5 വക്തും പള്ളിയിൽ ആരോടും ബന്ധമില്ലാതെ എല്ലാ കാര്യങ്ങളും എന്റെ സ്വന്തത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ ഒരുപക്ഷെ എനിക്ക് വിജയിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നവരോട് മുത്തുനബി പറയുന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞോട്ടെ. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നുണ്ട്, ജനങ്ങളോട് ഇടപഴകി അവരിൽ നിന്നുണ്ടാകുന്ന നേരിടുന്ന വിഷമങ്ങളൊക്കെ സഹിച്ച് ക്ഷമിച്ച് ജീവിച്ച് അല്ലാഹുവിന്റെ ഉന്നതിയിലെത്തിയ റബ്ബ് തആല കൊടുക്കുന്ന ഔന്നിത്യം നേടിയെടുത്തൊരു മുഅ്മിനാണ്. ജനങ്ങളോട് ഇടപഴകാതെ ആരോടും ബന്ധമില്ലാതെ സ്വാർത്ഥനായി ഒറ്റക്ക് ഒതുങ്ങിക്കൂടുന്ന മുഅ്മിനിനേക്കാൾ നല്ലവനും ശ്രേഷ്ഠനും ജനങ്ങളോട് ഇടപഴകി ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിച്ച് വിജയം വരിക്കുന്ന മുഅ്മിനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്. ആരോട് ഇടപഴകാതെ നടക്കല്ല വേണ്ടത്, ഇടപഴകിയിട്ട് ഏറ്റവും നല്ലവനാകാൻ പരിശ്രമിക്കുക. അല്ലേ? മലയാളത്തിന്റെ മഹാനായ കവി ഉള്ളൂർ പരമേശ്വരൻ നായർ പറഞ്ഞൊരു കവിത ഞാൻ സാധാരണ പറയാറുണ്ട്. തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കേ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കേ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. നമ്മളെ കൊണ്ട് ഉഷാറ് കിട്ടാനും അല്ലേ, നമ്മുടെ ഒരു നോട്ടം, ഒരു ചിരി, ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഒരു നല്ല വാക്ക്, ആ നല്ല വാക്കുണ്ടെങ്കിലും ചിലർ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തും. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളായി, ഞാനായി, എന്റെ പാടായി, ഞാനും എന്റെ കെട്ടിയോളും എന്റെ കുട്ടിയോളും, ആ ഒരു ചിന്തയിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് എന്തു ചാരിതാർത്ഥ്യായി ഇവിടുന്ന് കിട്ടാനുള്ളത്? ആർത്തസ്വരം കേട്ടൊരു കാതു കാരുണ്യമാർന്നീടിന ദൃഷ്ടി സാന്തോക്തിയോദീടിന ജിഹ്വ സാധുക്കളെ താങ്ങീന ബാഹു. മറ്റൊരാളുടെ സങ്കടം ഒരാൾ വന്നു പറയുമ്പോ അത് കേൾക്കാനായിട്ട് നിനക്കിരിക്കാൻ കഴിയുമ്പോൾ നിനക്കുണ്ടോ നല്ലൊരു കാത്? കാരുണ്യമാർന്നീടിന ദൃഷ്ടി. മറ്റുള്ളവന്റെ വിഷമം കണ്ടിട്ട് നിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ടോ? നിനക്കാണ് റബ്ബ് നല്ലൊരു കണ്ണ് തന്നിട്ടുള്ളത്. ഒരാള് വളരെ വിഷമിച്ചു നിൽക്കുമ്പോ ആ വിഷമത്തെ മൂർച്ച കൂട്ടാനല്ല, അവന്റെ വിഷമം മനസ്സിൽ നിന്ന് അലിച്ചലിച്ചലിച്ച് അവനേറ്റവും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിന്റെ നാവിന് കഴിയുമ്പോഴാണ് നിനക്ക് നല്ലൊരു ജിഹ്വ, ഒരു നാവുള്ളത്. വിഷമിച്ച് കിടക്കുന്ന ആളുടെ സങ്കടത്തെ കൂടുതൽ പ്രയാസത്തിലേക്ക് തള്ളിവിടാതെ ഒരു കൈ സപ്പോർട്ട് കൊടുക്കാൻ നിനക്ക് കഴിയുമ്പോഴാണ് നിനക്കൊരു നല്ല ശരീരവും നല്ലൊരു കൈയും കാലും അല്ലാഹു തന്നിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തുടക്കത്തിൽ ഓതിയ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊൻ, സൂറത്തുൽ മാഊൻ കാലോചിതമാണ് ആ സൂറത്ത്, അല്ലേ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അത് അല്ലാഹുവിന്റെ വചനമാണ്. ഖിയാമത്ത് നാളോളം നിലനിൽക്കുന്ന ഒരു കേടുപാടുപോലും പോലും ഉണ്ടാവാതെ അല്ലാഹു സൂക്ഷിക്കുന്ന വചനമാണ് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ മാഊൻ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്, വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്കരിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നിസ്കരിക്കുന്നവരാണ് നമ്മൾ.
നിസ്കാരത്തിൽ ഖുശൂ കിട്ടണം, അല്ലേ? ഭയഭക്തിയില്ലാത്ത നിസ്കാരം തോട്ടിലാണത്, തോട്ടിലാണ്. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ കൈകെട്ടിയ സമയത്ത് അള്ളാഹുവിനെ ഓർമ്മയുണ്ട്. ഫാത്തിഹ ഓതുമ്പോഴേക്ക് നമ്മൾ കഴിഞ്ഞ പങ്കെടുത്ത സൽക്കാരത്തിന്റെ മുട്ടിലേക്ക് പോയി. പിന്നെ സലാം വീട്ടിയിട്ട് ഓർമ്മയുള്ളോ? നീ എത്രയാണോ അള്ളാഹുവിനെ ഓർത്തത് ഭയഭക്തിയോടെ, എത്ര നേരം റബ്ബിനെ ഓർത്തു, ആ നേരത്തിനാണ് കൂലി. ആരാ ഇത് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിനെ നിന്റെ നിസ്കാരത്തിൽ എത്ര നേരം നീ ഓർത്തിട്ടുണ്ട്? റബ്ബിനോടുള്ള ഖുശൂഇൽ, ഖുളൂഇൽ. എന്താണ് ഖുശൂ? ഭയഭക്തി. എന്താണ് ഖുളൂ? ഹൃദയ സാന്നിധ്യത്തോടെ ഖുശൂഓടുകൂടെ നിനക്ക് നിസ്കാരം നിർവഹിക്കാൻ കഴിയുമ്പോഴാണ് നിന്റെ നിസ്കാരം അല്ലാഹ് ഖബൂലാക്കുന്നത്, അല്ലേ? അതാണ് പരിശുദ്ധമായ സൂറത്തുൽ മാഊൻ പറയുന്നത്. അല്ലാത്ത നിസ്കാരങ്ങൾ, ഖുശൂ ഇല്ലാത്ത, ഭയഭക്തി ഇല്ലാത്ത നിസ്കാരങ്ങൾ ചുരുട്ടിക്കൂട്ടി മുഖത്തേക്ക് എറിയപ്പെടുന്നതാണ്. നഊദു ബില്ലാഹ്. റബ്ബ് തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിച്ചിട്ട് കാര്യമില്ല, നിസ്കരിച്ചവർക്ക് നാശമുണ്ട്. കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചവർ. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അശ്രദ്ധമായ നിസ്കാരം. അശ്രദ്ധയാണ് അവിടെ പറഞ്ഞത്. അശ്രദ്ധ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ്. അശ്രദ്ധമായ നിസ്കാരങ്ങൾ. എന്താണ് ഈ നിസ്കാരത്തിന്റെ മഹത്വം? എന്താണ് ഇതിന്റെ ഫലം? ആരുടെ മുന്നിലാണ് ഞാൻ? എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? ഇതൊന്നും അറിയാതെ തോന്നിയതുപോലെ നിസ്കരിക്കുമെന്ന് തോന്നുമ്പോൾ നിസ്കരിക്കുന്നവർ, ഭയഭക്തിയില്ലാതെ നിസ്കരിക്കുന്നവർ, ഇതവന് നാശമേ വരുത്തുകയുള്ളൂ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീനഹും യുറാഊൻ. അവർ ലോകമാന്യത്തിന് വേണ്ടി ആരാധനകൾ നിർവഹിക്കുന്നവരാണ്. പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, വയംനഊനൽ മാഊൻ. ചെറിയ ചെറിയ സഹായങ്ങൾ വരെ തടയുന്നവർ. ചെറിയ ചെറിയ സഹായങ്ങൾ വരെ തടയുന്നവർ. എന്താണ് പറഞ്ഞറിയോ? നിന്റെ അയൽവാസി നിന്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ മഴുണ്ടാ? കൈക്കോട്ടുണ്ടോ? കൈക്കോട്ടുണ്ട്, മഴുണ്ട്, ഒരു കുഴപ്പമില്ല. എന്നാലും അത് കൊടുക്കാനുള്ളൊരു പ്രയാസം, അല്ലേ? അങ്ങനെ ഒരു പ്രയാസം ഇടക്കുണ്ടാവാറുണ്ടല്ലോ. ആ പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു പറച്ചിൽ, അതെ കൈക്കോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇപ്പൊ അങ്ങോട്ട് തരാൻ പറ്റൂല. കൈക്കോട്ടാറിന് ആള് തിരിച്ചു പോകും. ഒരു കേടുമില്ലാതെ നിനക്ക് കൊടുക്കാൻ പറ്റിയിരുന്ന ഒരു ചെറിയൊരു സഹായം നീ തടഞ്ഞാൽ നിനക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടില്ല എന്നാ ഖുർആൻ പറയുന്നത്. വയംനഊനൽ മാഊൻ. ചെറിയ ചെറിയ സഹായങ്ങൾ വരെ തടയുന്ന ആളുകൾ. അതാണ് നേരത്തെ പറഞ്ഞ വാക്ക്. നീ വലിയ നിസ്കാരക്കാരനാകും, പക്ഷേ ജനങ്ങൾക്ക് നിന്നെ കൊണ്ട് ഉപകാരമില്ലെങ്കിൽ അള്ളാഹ്ക്ക് നിന്റെ നിസ്കാരവും വേണ്ട കേട്ടോ. ജനങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അവർക്ക് ഉപകാരം കൊടുക്കുന്നവരുമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത് ഈ ഒരു ആയത്ത് വിശദീകരിച്ച ഒരു ഉസ്താദിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. കടയിലേക്ക് കൈക്കോട്ട് വാങ്ങാൻ പോയപ്പോ, ഒരു ഉദാഹരണം, കൈക്കോട്ട് വാങ്ങാൻ പോയപ്പോ കടക്കാരൻ പറഞ്ഞു, 2 കൈക്കോട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് 200 രൂപയാണ്, ഇതിന് 250 രൂപയാണ്. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചപ്പോ കടക്കാരൻ പറഞ്ഞു, 250 ഒന്നുകൂടി ഉറപ്പുള്ളതാണ്, നിങ്ങളും മറ്റുള്ളവർക്ക് ഉപയോഗിക്കുമെങ്കിൽ 250 നല്ലത്. നിസ്കരിക്കുന്നവനും അള്ളാനെ ഭയപ്പെടുന്നവനും എന്റെ നിസ്കാരം നന്നാവണമെന്നും ബോധമുള്ളവൻ 250ൻ്റെതാണ് കൊണ്ടുപോവേണ്ടത്. എന്തേ? ചെറിയ ചെറിയ സഹായങ്ങളിൽ പോലും നിന്റെ നിസ്കാരത്തിന്റെ ഭയഭക്തി ഇരിപ്പുണ്ട് എന്ന് സൂറത്തുൽ മാഊൻ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. കഴിയുന്നുണ്ടോ നമുക്ക്? കഴിയുന്നുണ്ടോ നമുക്ക്? കഴിയുന്നില്ല. കാരണം നമ്മുടെ ജീവിതങ്ങൾ മാറിപ്പോയി, അല്ലേ? കൊടുങ്കാട്ടിൽ നിന്ന്, കാടുകളിൽ നിന്ന് മനുഷ്യൻ പരക്കെ വലിയൊരു സംസ്കാരത്തിലേക്ക് പറിച്ചു നട്ടപ്പോ പുതിയ കാലക്കാട്ടിലായി നമ്മൾ. കോൺക്രീറ്റ് കാടുകൾ. അന്യന്റെ വീട്ടിലേക്ക്
എത്തി നോക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. വലിയ മതിലുകളാണ് നമ്മുടെ വീട്ടിന്റെ. അയൽവാസിക്കൊന്ന് വരാൻ വിചാരിച്ചാൽ വാതിലിന്റെ അടുത്ത്, ഗേറ്റിന്റെ അടുത്ത് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും. നഊദുബില്ലാഹ്. സ്വാർത്ഥരായി നമ്മൾ അല്ലേ, മറ്റൊരാളുടെ വിഷമങ്ങൾ കാണാൻ കണ്ണില്ലാതെയായി. അതിന്റെ ഇടയിലേക്കാണ് സെൽഫി സെന്റേഡ്നെസ്. സെൽഫി ഒരു തരം ആത്മരതി അല്ലേ. ഇന്റർനെറ്റും മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും നമുക്ക് പകർന്നു തന്ന സ്വഭാവമാണിത്. സെൽഫ് സെന്റേഡ്നെസ്, ആത്മരതി, നാർസിസിസം ഏറ്റവും ഗുരുതരമായ വിഷയമാണ്. ഞാൻ നന്നായാ മതി, ഞാൻ ഉഷാറായ മതി, മറ്റുള്ളവരൊന്നും എന്തായാലും എനിക്ക് പ്രശ്നമില്ല എന്ന ചിന്തയിലേക്കാണ് സെൽഫി യുഗം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരൊറ്റ സെക്കൻഡിൽ ബില്യൺ കണക്കിന് സെൽഫി ഫോട്ടോകളാണ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ബില്യൺ കണക്കിന് സെൽഫി. എന്താണ് സെൽഫി? എന്നെ എക്സ്പോസ് ചെയ്യാം, ഞാൻ എന്നെ പരിചയപ്പെടുത്താം, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ ഉഷാറാണ്. ഈ ചിന്തയിൽ മറ്റുള്ളവരൊന്നും ഒന്നുമേയല്ല, അവർ കീടങ്ങളാണ് എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ മാറിപ്പോയപ്പോ ഈ സ്വഭാവം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. മറ്റൊരാൾക്ക് എന്താവട്ടെ ഏതാവട്ടെ എന്നെ ബാധിക്കുന്ന പ്രശ്നമേയില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ആക്സിഡന്റിൽ കിടന്ന് മനുഷ്യന്മാരിങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴുണ്ട് ആ ഒരു പോസിനെ തന്റെ മൊബൈൽ ഫോണിലേക്ക് പകർത്താൻ വേണ്ടി ക്യാമറയുമായി നിൽക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ അല്ലേ. നമ്മൾ കണ്ടു പാലത്തിൽ നിന്ന് കൈവരി തട്ടി താഴോട്ട് വീണ ബസ് പൊന്തിക്കുമ്പോൾ ശരീരം, മൃതദേഹങ്ങൾ താഴോട്ട് വീഴുമ്പോൾ തന്റെ മൊബൈലിൽ പകർത്താൻ വേണ്ടി ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി. രക്ഷാപ്രവർത്തനം പോലും ദുസ്സഹമായി എന്ന് വാർത്തകളിൽ നമ്മൾ വായിച്ചതല്ലേ. എവിടെ എത്തിപ്പോയി? തന്റെ മൊബൈൽ ഫോണിൽ ഇത് പകരണം എന്ന് മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയി. തന്റെ സഹോദരന് ഒരു വിഷമം അത് തീർത്തു കൊടുക്കാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നുപോയ കാലത്തിലാ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ തടയുന്നവർക്ക് പോലും രക്ഷയില്ല എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനമാക്കി ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പരിശ്രമിക്കേണ്ടവനാണ് ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ. അല്ലാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ തിരുദൂതരുടെ സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എനിക്കൊരു കാര്യം അങ്ങയോട് ചോദിച്ചറിയാനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ, ജനങ്ങളിൽ വെച്ച് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ് നബിയെ? നമ്മൾ പഠിക്കേണ്ട കുറച്ച് ഹദീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹദീസ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇതൊരു മഹല്ലാണ്, ഒരു മഹല്ല് സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മഹല്ലിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഓരോ വീടിന്റെയും ഉയർച്ചയാണ് അല്ലേ. ഉസ്താദുമാര് ജോലി ഏറ്റെടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ മഹലിലേക്ക് വരണം പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, എത്ര വീടുണ്ട് അവിടെ? വീട് എന്ന് പറയുന്നത് ആ മഹല്ലത്തിനെ മൊത്തത്തിൽ ഒന്ന് അളക്കാനുള്ള വിഷയമാണ്. ഓരോ മഹല്ലിലെയും ഓരോ വീടും ആ മഹല്ലത്തിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചുയരാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോഴാണ് ഒരു മഹല്ലത്തിന്റെ പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. ഇരിക്കട്ടെ, അല്ലാഹുവിന്റെ തിരുദൂതരോട് ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിന്റെ തിരുദൂതരോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം കൂടുതലുള്ള മനുഷ്യൻ ആരാണ് നബിയെ? ജനങ്ങളിൽ വെച്ച് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ് നബിയെ?
ഒരു കാര്യം കൂടിയുണ്ട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു കൊടുത്തു, അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ, അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള മനുഷ്യൻ തന്നെയാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്തു കൊടുക്കുന്ന മനുഷ്യനാണ് ജനങ്ങളിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ. അള്ളാഹു നമ്മെ ആ കോലത്തിലേക്ക് ആക്കി തരുമാറാവട്ടെ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിലേക്ക്, ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അമൽ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താ? ഒരാൾക്കൊരു സന്തോഷം എത്തിച്ചു കൊടുക്കുക. അയാളുടെ ഒരു പ്രയാസം മാറുമ്പോ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോ, അയാളൊരു സഹായം ആവശ്യപ്പെടുമ്പോ നമ്മളൊരാളായി അവിടെ നിന്നോടുത്താൽ മതി. ഒരു സന്തോഷം, ആ സന്തോഷം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്. അവന്റെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുത്തു. അവന്റെ കടം നീ വീട്ടിക്കൊടുത്തു. നിന്റെ പക്കലില്ലെങ്കിലും അതുള്ളവരുടെ അടുത്ത് നിന്ന് വീട്ടിക്കൊടുക്കാൻ നീ പരിശ്രമിച്ചു. മറ്റൊരാളോട് സംസാരിക്കാൻ കഴിഞ്ഞു, ആ കടമൊന്ന് സാവകാശമാക്കി കൊടുക്കാൻ. അയാളുടെ വിശപ്പ് മാറ്റി കൊടുക്കാൻ നിനക്ക് കഴിയുന്നത്, ഒരാളുടെ മറ്റൊരാളുടെ വിശപ്പ് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ഭാഗം, വലി അൻ അംശിയ മഅ അഖി ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതകിഫ ഫീ ഹാദൽ മസ്ജിദ്. വലി അൻ അംശിയ മഅ അഖി, എൻ്റെ ഒരു സഹോദരന്റെ കൂടെ അയാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി, എൻ്റെ ആവശ്യത്തിനല്ല, അയാളുടെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഒരു സഹോദരന്റെ കൂടെ, എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടെ ഞാൻ നടന്നാൽ അത് എനിക്ക് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. മുത്തുനബി പറയുകയാണ്, മിൻ അൻ അഅതകിഫ ഫീ ഹാദൽ മസ്ജിദ്, യഅനി മസ്ജിദൻ നബവി, മദീനത്തെ പള്ളിയെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഈ മസ്ജിദിൽ ഒരു മാസം ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു സുഹൃത്തിന്റെ വിഷമം തീർത്തു കൊടുക്കാൻ വേണ്ടി അയാളുടെ കൂടെ നടക്കലാണ് എനിക്കിഷ്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വാർത്ഥരല്ല, നമ്മൾ നിസ്വാർത്ഥരാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബി വീണ്ടും പറഞ്ഞു, ഒരാൾ മറ്റൊരാളോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായി, സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ വിഷയം അല്ലേ? ജനങ്ങളോട് ഇടപഴകി സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില വിഷമങ്ങൾ, ദേഷ്യമാവാം, അല്ലെങ്കിൽ ഒരു സങ്കടാവാം, ഒരു വാക്കു പറഞ്ഞത് ഇഷ്ടപ്പെടാതിരിക്കാം. തിരിച്ചു രണ്ടെണ്ണം പറയാനുള്ള കഴിവ് നിനക്കുണ്ടായിരിക്കെ നിന്നോട് ഒരു വാക്ക് മറുത്തു പറഞ്ഞപ്പോ തിരിച്ച് ഇരട്ടി പറയാൻ നിനക്ക് കഴിവുണ്ടായിരിക്കെ ദേശത്തെ കടിച്ചു പിടിച്ചു. അല്ലാഹു ഇവന്റെ ന്യൂനതയെ ഖിയാമത്ത് നാളിൽ മറച്ചു വെക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും വമൻ കലമ ഗൈറ വലൗ ശാഅ അയ്യുംലിഹു അല്ലാഹ് മല അല്ലാഹു ഖൽബഹു റജാഅൻ യൗമൽ ഖിയാമ. തനിക്ക് തന്നോട് വെറുപ്പുള്ള ഒരാളോട് തിരിച്ചടിക്കാൻ കഴിവുണ്ടായിരിക്കെ
തനിക്ക് വെറുപ്പുള്ള ഒരാളോട് തിരിച്ചടിക്കാൻ കഴിവുണ്ടായിരിക്കെ ആ ഒരു വൈരാഗ്യത്തെ കടിച്ചുപിടിച്ച് നാളേക്ക് വേണ്ടി ആ മനുഷ്യൻ അത് പൊരുത്തപ്പെട്ടു കൊടുത്താൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ആ വ്യക്തിക്ക് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ അവൻ അതുകൊണ്ട് വകയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വീണ്ടും ഹബീബ് പറയുകയാണ്, തന്റെ ഒരു സുഹൃത്തിന്റെ വിഷയത്തിൽ അയാളുടെ സങ്കടം തീർത്തു കൊടുക്കാൻ അയാളുടെ കൂടെ നടന്നാൽ, ചിലരുണ്ട് തുടക്കത്തിലൊക്കെ ഉണ്ടാകും അല്ലേ, പിന്നീട് ഇതുണ്ട് ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പോ പതുക്കെ പിൻവലിയും. എന്നാൽ അവന്റെ സങ്കടം അവനത് മാറിക്കിട്ടി കാര്യം ശരിയാകുന്നതുവരെ അവന്റെ കൂടെ ഉറച്ചു നിൽക്കുമ്പോൾ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. കാലുകളെല്ലാം സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടക്കേണ്ടവരാണ് നമ്മളൊക്കെ. ഒരു കാല് വഴുതി വീണാൽ നരകത്തിലേക്ക് വീണൊടുങ്ങും ഉറപ്പല്ലേ? ആ സമയത്ത് ദുനിയാവിൽ വെച്ച് തന്റെ ഒരു സുഹൃത്തിനെ സഹായിച്ചത് കാരണത്താൽ കാലുകൾ അല്ലാഹു സിറാത്തിന്റെ മേലെ ഉറപ്പിച്ചു നിർത്തി തരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഒന്നാലോചിച്ചു നോക്കി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പലരും നമ്മെ പല വിഷയങ്ങൾക്ക് ഈ പറയപ്പെട്ട വിഷയങ്ങളിലാ സമീപിക്കാം. കൂടുതലായും പണത്തിന്റെ ആവശ്യം, കടത്തിന്റെ പ്രയാസം, മറ്റൊരുപാട് കാര്യങ്ങൾ. ഒന്നെങ്കിൽ നമ്മളൊന്ന് കൂടെ നിന്നോടുത്താൽ മതി അല്ലേ? ചില ആശുപത്രി കേസുകൾ അല്ലെങ്കിൽ മറ്റു ചില ഓഫീസുകൾ കയറിയിറങ്ങേണ്ട വിഷയം, നമ്മളൊന്ന് അവിടെ ഒന്ന് തല കാണിച്ചു കൊടുത്താൽ മതി. എന്നാലും അത് എന്റെ പാർട്ടിക്കാരനല്ലല്ലോ, ഞാനുമായി ബന്ധപ്പെട്ട ആളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് തിരിഞ്ഞു പോരുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ആഖിറത്തിലെ വിജയമാണ് എന്നോർക്കൽ സത്യവിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കിൻ, കുറച്ചു നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. صلوا على النبي اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على ഇരിക്കും. اللهم صل على محمد يا ربي صل عليه وسلم. عن ابن عمر رضي الله عنه قال رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഖൽഖാ. മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ഖലഖഹും ലിഹവാഇജിൻ നാസ്. അവരുടെ സൃഷ്ടിപ്പ് തന്നെ പ്രവൃത്തി കണ്ടാൽ നമുക്ക് തീരുമാനമാകും, നമുക്ക് ഉറപ്പാവും. ലിഹവാഇജിൻ നാസ്, ജനങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടവരാണ് ഇവരെന്ന് തോന്നിപ്പോകും. ജനങ്ങൾക്ക് വേണ്ടി
എപ്പോഴും അല്ലേ സ്വന്തം ഒരുപക്ഷെ സ്വന്തം വീട്ടിലെ അത്യാവശ്യം പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ചില സൃഷ്ടികൾ ഇങ്ങനെയാണ്, ജനങ്ങൾക്ക് വേണ്ടി പടക്കപ്പെടുന്ന ആളുകളുണ്ട്. യഫ്സഉന്നാസു ഇലൈഹിം ഫീ ഹവായിജിഹിം, അവരുടെ ആവശ്യങ്ങൾ ജനങ്ങൾ ഈ മനുഷ്യരോടാണ് വന്നു പറയുക. ഉലൈകൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അവരോട് പറയുമ്പോൾ അവരുടെ കഴിവിന്റെ പരമാവധി ജനങ്ങളുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ പരിശ്രമിക്കും ഇവർ. അല്ലേ, എന്റെ മോളുടെ കല്യാണക്കാര്യം ശരിയായിട്ടുണ്ട്, ഞാൻ വളരെ പ്രയാസത്തിലാണ്, നീ വിഷമിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, ഒരുപക്ഷേ ഒരുപാട് ആളുകൾ ഇതുപോലെ ഇയാളെ സമീപിക്കുന്നുണ്ടാകും. അങ്ങനെ ആര് വന്നാലും ഒരു മനപ്രയാസവും കാണിക്കാതെ തന്റെ അടുത്തില്ലെങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ആ മനുഷ്യരെ കുറിച്ച് അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, ഉലൈകൽ ആമിനൂന മിൻ അദാബില്ലാഹ്, എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നവർക്ക് ചിന്തയില്ല. കാരണം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, അവർ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിർഭയരാണ്. എന്തേ? ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്നവരായതുകൊണ്ട്. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, മൻ അഗാസ മൽഹൂഫാ, മൻ അഗാസ മൽഹൂഫാ, വളരെ വിഷമത്തിൽ കിടന്നൊരു മനുഷ്യൻ, അയാളുടെ പ്രയാസമൊന്ന് മാറ്റിക്കൊടുത്തു. ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ രൂപത്തിലായിരിക്കും അത് കടന്നു വരിക. ചിലപ്പോഴൊക്കെ കേൾക്കാറില്ലേ, വളരെ വിഷമിച്ച് കഴിയുന്ന ഒരാൾക്ക് ഇരുട്ടടി എന്നപോലെ കിഡ്നി രോഗങ്ങൾ വന്നു, ക്യാൻസർ രോഗങ്ങൾ വന്നു, മഹാരോഗങ്ങൾ വന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ സമയത്തൊന്ന് ആലോചിച്ചു നോക്ക്, ആളുകൾ അയാളെ കൈയൊഴിഞ്ഞാൽ, നോക്കൂ, ഒരു മഹല്ലത്തിന്റെ പ്രശ്നമല്ലേ അത് നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി മൻ അഗാസ മൽഹൂഫാ, വേദനിക്കുന്ന വിഷമിക്കുന്ന ആളെ അയാളെ തെരഞ്ഞു കണ്ടുപിടിച്ച് ആ സങ്കടം മാറ്റിക്കൊടുത്താൽ കതബല്ലാഹു ലഹു 73 ഹസന വാഹിദത്തുൻ മിൻഹുന്ന യുസ്ലിഹു ബിഹാ അംറ ദുനിയാഹു വ ആഖിറതി, ആ മനുഷ്യൻ അല്ലാഹു 73 കൂലിയാണ് കൊടുക്കുന്നത്. 73 ഹസനത്ത്. ഒരാൾ ഒരു പ്രയാസം എന്ന് പറയുമ്പോ ആ സങ്കടം മാറ്റിക്കൊടുത്തത് വഴി 73 ഹസനത്ത് അല്ലാഹു കൊടുക്കും. ആ ഹസനത്തിൽ ഒറ്റ ഒന്നുകൊണ്ട് തന്നെ ദുനിയാവും ആഖിറവും അല്ലാഹു നന്നാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി 72 അവന്റെ പദവിക്കുയർച്ചയാണ്. മറ്റൊരാളുടെ സങ്കടം മാറ്റി കൊടുക്കുമ്പോ 73 ഹസനത്ത് ലഭിക്കും. ആ ഒറ്റ ഹസനത്തിൽ ദുനിയാവും ആഖിറവും നന്നാകാൻ കാരണമാണ്. ബാക്കി 72 ഈ വ്യക്തിയുടെ പദവിയുടെ ഉയർച്ചയാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അവനവനിലേക്ക് ചുരുങ്ങാതെ മറ്റുള്ളവർക്ക് വേണ്ടി പരിശ്രമിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകുന്ന നേട്ടം ഒരുപാടാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനത്തേക്ക് കടന്നു വന്നപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ആദ്യമായി പറഞ്ഞൊരു ഹദീസുണ്ട്. ആദ്യമായി അവരോട് സംസാരിച്ചത് ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കണേ. ചുരുങ്ങി വരികയല്ലേ അത്.
ചുരുങ്ങി വരികയാണ്. ഇന്നും പ്രസക്തമായ വാക്കാണിത്. അഫ്ഷുസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കണേ, സലാമിനെ വ്യാപിപ്പിക്കണേ. മുത്തുനബി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്റെ സ്വഹാബ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. വിശ്വാസികളാകുന്നതുവരെ സ്വർഗത്തിൽ കടക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുഅ്മിനീങ്ങളും ആകുകയില്ല. നോക്കൂ, പരസ്പരമുള്ള ബന്ധം ഈമാനിന്റെ ഭാഗമായിട്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എണ്ണി തന്നിട്ടുള്ളത്. പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുഅ്മിനീങ്ങളാകുകയില്ല. എന്നിട്ട് റസൂൽ, അവലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അലാ ശൈഇൻ, ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ആ വിഷയം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും, ഉറപ്പാണ്. അത് നിങ്ങൾ ചെയ്താൽ പരസ്പരം സ്നേഹിക്കും. പറഞ്ഞു തരട്ടെയോ? റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്. മുത്തുനബി അതിന്റെ മറുപടി കൊടുത്തു, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ അല്ലേ, മുസ്ലിമീങ്ങൾക്കിടയിൽ സലാം പറയാൻ, മറ്റുള്ള മതസ്ഥർക്കിടയിൽ സമാധാനത്തെ പറഞ്ഞു കൊടുക്കാൻ, സഹിഷ്ണുതയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹിഷ്ണുതയേക്കാൾ സഹവർത്തിത്വത്തിന്, സാഹോദര്യത്തിന് മുൻതൂക്കം കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഫ്ഷുസ്സലാം, ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണിത്. നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് സമാധാനം പരത്താൻ പറ്റുക? മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ മനസ്സുള്ളവനല്ലേ സമാധാനത്തെ വ്യാപിപ്പിക്കാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ ക്ഷണിക്കുന്നത് ഈ സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്. അല്ലാഹു ഈ സമാധാനത്തിന്റെ വീട്ടിലേക്കാ ക്ഷണിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതും അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വ തആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. ഒരുപക്ഷേ സ്വന്തം അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവനും നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്ർ ചൊല്ലുന്നുണ്ടാവാം. എവിടെയാണ് അവൻ സമാധാനം കൊടുത്തത്? അല്ലേ, സ്വന്തം ഉമ്മയുമായി പിണങ്ങിക്കഴിഞ്ഞവൻ നിസ്കാരം കഴിഞ്ഞിട്ട് കേട്ടുപഠിച്ച വാചകം എന്ന നിലക്ക് ഈ ദിക്ർ ചൊല്ലുന്നുണ്ടാവാം. മക്കളെ അകറ്റിയവൻ, ജ്യേഷ്ഠനോട് തെറ്റിയവൻ, പിണങ്ങി ജീവിച്ചവൻ, അല്ലേ, എത്ര കഠിന മനസ്സോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരും ചൊല്ലിയിരിക്കാം അന്തസ്സലാം വ മിൻകസ്സലാം. എവിടെയാണ് അവന് സമാധാനം? എവിടെ നിന്ന് കിട്ടുന്നു അവന്റെ സമാധാനം? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി പറയുന്നുണ്ട്, നിന്റെ അയൽവാസി ആരാവട്ടെ അവനെ നീ ആദരിക്കണം. നീയൊരു മുഅ്മിനാകും, നീയൊരു മുഅ്മിനാകും. സ്വന്തം അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവനും നിസ്കാര ശേഷം പറയുന്നുണ്ടാവാം അന്തസ്സലാം. എവിടെയാണ് അവന്റെ സമാധാനം? അവന്റെ മനസ്സ് കടുത്തുപോയിട്ടില്ലേ? മനസ്സ് കടുത്തുപോയിട്ടില്ലേ? ഇല്ലേ? ഞാൻ ഈ അടുത്ത് ഒരു കഥ, ഒരു നടന്ന സംഭവമായിരിക്കാം, ഞാൻ കേട്ടുപോയി. വല്ലാത്ത വിഷമം തോന്നി, വല്ലാത്ത സങ്കടം തോന്നി. ഒരു ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഭയങ്കര പിണക്കത്തിലാണ്. ജ്യേഷ്ഠനും അനുജനും നല്ല പ്രായമുള്ള ആളുകളാ, മക്കളും പേരക്കുട്ടികളൊക്കെ ഉള്ള ആളുകളാ. എന്തോ ഒരു സ്വത്തുവക, അങ്ങനെയാണല്ലോ പിണക്കം വരിക. അവര് തമ്മിൽ പിണക്കം, ഭയങ്കര പ്രശ്നം. കണ്ടാൽ മുണ്ടില്ല, കണ്ടാൽ വർത്തമാനം പറയില്ല, പിരിന്തിരിഞ്ഞ് നടക്കും. ജ്യേഷ്ഠൻ അവിടുന്ന് വരുന്നത് കണ്ടാൽ അനുജൻ ഇതിലൂടെ പോകും. ആ കോലത്തിൽ തെറ്റിയ ആളുകൾ. മക്കൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, മക്കൾ തമ്മിൽ ഒരു കുഴപ്പമില്ല, മക്കൾ തമ്മിൽ വളരെ സന്തോഷത്തിലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ജ്യേഷ്ഠൻ അനുജനുമായിട്ടുള്ള ഈ പ്രശ്നം മാറ്റിവെക്കുന്നേയില്ല. അവസാന സമയത്ത് ജ്യേഷ്ഠന് ഒരു അറ്റാക്ക് സംഭവിച്ചു.
പെട്ടെന്ന് ഈ ഹോസ്പിറ്റലായി, ICUയിലായി. കുറച്ചു കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു അല്ലേ? ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആളുകളും നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി അനുജനോട്, എന്തൊക്കെയാണ് വിവരം? പോയിട്ടില്ല, ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല, വിവരം അറിഞ്ഞിട്ട് പോലുമില്ല. എന്താണ് വിവരം ചോദിച്ച് പലരും പറഞ്ഞു നോക്കി. ഇനിയും തെറ്റി നടക്കണോ? ജ്യേഷ്ഠന്റെ അവസ്ഥ ഇതല്ലേ? ഇനിയും തെറ്റി നടക്കണോ? ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് കണ്ട് സലാം പറഞ്ഞു വന്നൂടെ? മനുഷ്യരല്ലേ നമ്മളൊക്കെ, ഇനി കാലാകാലം ഇവിടെ വസിക്കൂലല്ലോ, ഒന്ന് നല്ല പോലെ ആയിക്കൂടെ? ഇക്കാക്കാനെ ഒന്ന് കണ്ടു വന്നൂടെ? മനമില്ലാ മനസ്സോടെ തെറ്റുകളൊക്കെ വായിക്കാമെന്നും ആ പ്രശ്നങ്ങളൊക്കെ പിണക്കൊക്കെ മാറ്റി ജ്യേഷ്ഠനുമായി നല്ല പോലെ ആവാമെന്ന മനസ്സ് നല്ല രൂപത്തിൽ മാറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അനുജൻ അല്ലേ? ഹോസ്പിറ്റലിൽ പോയ സമയത്തുണ്ട് മക്കളൊക്കെ പുറത്തുണ്ട്, രണ്ടാളും മക്കളുണ്ട്, മക്കൾ തമ്മിൽ വിഷമൊന്നുമില്ല. എളാപ്പയെ കണ്ടപ്പോൾ ജ്യേഷ്ഠന്റെ മക്കൾ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് മാറിക്കൊടുക്കാം, അവർക്കൊരു ഈഗോ വേണ്ടല്ലോ, ഈഗോ ഒരു കാരണമാണ്, ഈഗോ വേണ്ടല്ലോ, നമ്മളൊന്ന് മാറിക്കൊടുക്കാം, അവർ തമ്മിൽ മുറിയിൽ പോയി സംസാരിച്ചോട്ടെ. എളാപ്പാക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. അനുജൻ വന്ന് വാതിൽ തുറന്നു, ഉള്ളിലേക്ക് കയറി ജ്യേഷ്ഠനുമായി കുറെ വിളിച്ചു നോക്കി. പക്ഷേ കുറച്ച് കണ്ണു തുറന്ന ആൾ കണ്ണടക്കുകയാണ്, ഒന്നും മുണ്ടണില്ല. എത്ര നേരം നിന്നിട്ടും കുറെ മുണ്ടി നോക്കിയിട്ടും ഒന്നും പറയുന്നില്ല, ചുണ്ടനങ്ങുന്നു പോലുമില്ല. ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് അനുജൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, കാക്കാനെ ഞാൻ കുറെ വിളിച്ചു നോക്കി, കുറെ സലാം പറഞ്ഞു നോക്കി, ഒരു പ്രതികരണവും ഇല്ല. ഒരു പക്ഷേ മരുന്നിന്റെ ക്ഷീണുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ. അതുകൊണ്ട് ഞാൻ വന്നു എന്ന വിവരം പറയാം, ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് കാക്കാനോട് പറയും, ഞാൻ വന്നിട്ടുണ്ട് എന്ന്. കുറച്ചു കഴിഞ്ഞ് മക്കൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോ കാക്കാക്ക് ഒരു കുഴപ്പമില്ല, കണ്ണു തുറന്ന് കിടക്കുകയാണ്. കണ്ണു തുറന്ന് കിടക്കുന്ന ജ്യേഷ്ഠനോട്, ഉപ്പയോട് മക്കൾ പറഞ്ഞു, എളാപ്പ ഇവിടെ വന്നിരുന്നു, നിങ്ങളെ കുറെ നേരം ഇവിടെ നിന്നു റൂമിൽ നിന്നു സലാം പറഞ്ഞു, നിങ്ങൾ മരുന്നിന്റെ ക്ഷീണത്തിൽ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് എളാപ്പ തിരിച്ചുപോയി. ഇത് കേട്ട സമയത്ത് ജ്യേഷ്ഠൻ പറയുന്നുണ്ട്, ഉപ്പ പറഞ്ഞു കൊടുത്തു, ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുത്തു, അതെ അവൻ വരുന്നത് ഞാൻ കണ്ടിരുന്നു, അവൻ വരുന്നത് ഞാൻ കണ്ടിരുന്നു, ഞാൻ കൽപ്പിച്ചു കൂട്ടി തന്നെയാണ് കണ്ണടച്ച് കിടന്നത്, അവൻ കുറച്ചു നേരം അങ്ങനെ നിൽക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു പോയി, ഞാൻ കരുതി കൂട്ടി മിണ്ടാതെ കിടന്നതാണെന്ന് ആ ജ്യേഷ്ഠൻ പറഞ്ഞു വരുമ്പോ, മരണക്കിടക്കയിൽ പോലും അനുജനുമായിട്ടുള്ള പിണക്കം മാറ്റാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറയുന്ന മനുഷ്യർ, അവർ മനുഷ്യത്വം മരവിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താണ് അവർക്ക് മരവിക്കാനുള്ളത്? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ജ്യേഷ്ഠനും ആ അനുജനും പറയുന്നുണ്ടാവും, അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റിവെച്ച് നല്ല ചിന്തയോടെ, സഹവർത്തിത്വത്തോടെ, സാഹോദര്യത്തോടെ, സ്നേഹമസൃണമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോ ആദ്യമായി പറഞ്ഞത് അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. രണ്ടാമത് പറഞ്ഞത് എന്താ? സുലുൽ അർഹാം, സുലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണേ, കുടുംബബന്ധം ചേർക്കണേ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവരും ഈ ഗുണങ്ങൾ ചെയ്യുന്നവരാണ്. നിങ്ങൾ കുടുംബബന്ധം ചേർക്കണേ. കുടുംബം അർശുമായി ബന്ധപ്പെട്ടതാണ്, അത് കൂട്ടിയോജിപ്പിച്ചവനെ അല്ലാഹു ചേർത്തു പിടിക്കും, കുടുംബത്തെ മുറിച്ചവനെ അല്ലാഹു വിച്ഛേദിക്കും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മുത്തുനബി പറഞ്ഞു സിലുൽ അർഹാം. മൂന്നാമത് അത്ഇമുത് തുആം, ഭക്ഷണം കൊടുക്കണേ. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരാവണേ. മൂന്ന് കാര്യവും സാമൂഹികമായ വിഷയങ്ങളാണ് അല്ലേ? സലാം പറയൽ, ഭക്ഷണം കൊടുക്കൽ, കുടുംബബന്ധം നല്ലതുപോലെ ആക്കൽ, ഇത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതാണ്. ഈ വ്യക്തി ഏറ്റവും നല്ലവനാണോ? അതാണ് നാലാമത്തെ വിഷയം. ഹബീബ് പറഞ്ഞത് സ്വല്ലുൽ ലയാലി, രാത്രിയിൽ നിസ്കരിക്കണേ.
അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വന്നാസുനിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ നിസ്കരിക്കുന്നവരാവണേ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാലം പറഞ്ഞിട്ട് ഹബീബ് പറഞ്ഞു, തദ്ഖുലുൽ ജന്നത ബിസ്സലാം, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് സമാധാനത്തോടെ നിങ്ങൾക്ക് കടക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ച ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുവിൻ, നമ്മുടെ ജീവിതത്തിലെ ഈമാനിന്റെ പൂർത്തീകരണവും ഈ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് എന്തൊന്നു ചെയ്യുമ്പോഴും മറ്റൊരാൾ കണ്ടിട്ട് ഞാൻ നല്ലവനാണെന്ന് പറയട്ടെ എന്ന് നോക്കിയിട്ടല്ല, എന്റെ റബ്ബിന്റെ അടുത്ത് നിന്ന് എനിക്കെന്ത് കൂലി കിട്ടാനുണ്ട് എന്ന ചിന്തയിലാണെന്ന് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിരിക്കുമ്പോഴാണ്, ഒരു നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിരുപോലെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തിരുദൂതർ അവരോട് ചോദിച്ചത്, എന്റെ സ്വഹാബ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, എന്റെ സ്വഹാബത്തെ ഇന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പുകാരുണ്ടോ? എന്താ നോമ്പിന്റെ പ്രത്യേകത? മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു 70 കാതങ്ങളോളം ദൂരമുണ്ടാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് ചോദിച്ചത്. ആരെങ്കിലും ഉണ്ടോ നോമ്പുകാർ? സ്വഹാബത്ത് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി, ആരുമൊന്നും ഉരിയാടുന്നില്ല. അപ്പോഴാണ് സദസ്സിൽ നിന്ന് എഴുന്നേറ്റത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. സുന്നത്ത് നോമ്പുകാരനാകാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇന്നുള്ളത്. ഞാൻ ഇന്ന് നോമ്പുകാരനാണ് നബിയേ. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിക്ക് സന്തോഷമായി, വല്ലാത്ത സന്തോഷമായി. സ്വഹാബത്ത് ഇങ്ങനെ കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും അടുത്ത വിഷയം? എന്തായിരിക്കും? നോമ്പിനെ കുറിച്ചാ ചോദിച്ചത്. അപ്പോ എന്തെങ്കിലും നിസ്കാരമോ മറ്റെന്തെങ്കിലും വിഷയമൊക്കെ ആയിരിക്കും. കാതുകൂർപ്പിച്ചിരിക്കുമ്പോ അടുത്ത ചോദ്യം വന്നു, എന്റെ സ്വഹാബ മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടോ? സ്വഹാബത്ത് താഴോട്ട് നോക്കിയിരിക്കുകയാണ്. ഒന്നും ഉരിയാടാൻ കഴിയുന്നില്ല. എന്താണ് ഭക്ഷണം കൊടുത്താലുള്ള പ്രത്യേകത? അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീടൊരുക്കും. ആ വീട് മനോഹരമാണ്. മുത്തിനാലും മരതകത്താലും മാണിക്യത്താലുമുള്ള മനോഹര വീട്. ആ വീട് പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ വീട് കൊടുക്കുന്നത് ലിമൻ അത്വാബൽ കലാം, ഏറ്റവും നല്ല വാക്കു പറഞ്ഞവനാണ്, മധുര സംസാരം നടത്തിയവൻ, നല്ല വാക്കു പറഞ്ഞവൻ, ആരെയും ദുഷിപ്പിക്കാതെ. നമുക്കങ്ങനെ കഴിയോ? ഒരാളെയും മനസ്സ് വിഷമിപ്പിക്കാതെ, ആരെയും സങ്കടപ്പെടുത്താതെ, ഒരു കുത്തിനോവിക്കലിന്റെ വാക്കുപോലുമില്ലാതെ നല്ല വാക്കു പറഞ്ഞ് നല്ല ശീലങ്ങളെ പകർത്തി ലിമൻ അത്വാബൽ കലാം വ അത്അമ അത്ആം, ഭക്ഷണം കൊടുത്തവൻ, വന്നവസ്വല്ലാ ബില്ലൈൽ വന്നാസു നിയാം, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചവൻ, അവനാണ് സ്വർഗ്ഗത്തിലെ ആ വീട്. സ്വഹാബത്തിന് ഇത് നേരത്തെ അറിയാം. അല്ലാഹുവിന്റെ തിരുദൂതർ ചോദിച്ചു, ഇന്നാരെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടോ? തലകുമ്പിട്ടിരിക്കുന്ന അവർക്കിടയിൽ നിന്ന് വീണ്ടും അതാ എഴുന്നേൽക്കുന്നു. നേരത്തെ ഞാനെന്ന് പറഞ്ഞ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയേ അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്റെ കമീസിന്റെ പോക്കറ്റിൽ ഒരു റൊട്ടി കഷ്ണമുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കരുതിയതാണ്. പള്ളിയിലേക്ക് കടക്കുമ്പോ കവാടത്തിൽ ഒരു സാധുവായ മനുഷ്യനിരിപ്പുണ്ടായിരുന്നു. നബിയെ, എന്റെ കയ്യിലുള്ള റൊട്ടി കഷ്ണം അയാൾക്ക് കൊടുത്തിട്ട് ഞാൻ പള്ളിയിലേക്ക് കയറിയത് നബിയെ, ഞാൻ ഇന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരാളുണ്ടല്ലോ
അല്ലാഹുവിന്റെ തിരുദൂതർ ഇനി എന്തായിരിക്കും ചോദിക്കുക? സ്വഹാബത്ത് കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം വന്നു, എന്റെ സ്വഹാബ വമൻ സാറ മിൻകുമുൽ യൗമ മരീളാ, ഇന്നാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? രോഗസന്ദർശനം ഒരുപാട് മഹത്വമുള്ളതല്ലേ? മുത്തുനബി പറയുന്നുണ്ട്, രോഗിയെ സന്ദർശിച്ച വ്യക്തി രാവിലെയാണ് സന്ദർശിച്ചതെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കും. വൈകുന്നേരം സന്ദർശിച്ചാലോ പ്രഭാതം വരെ 70,000 മലക്കുകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പോകും. ഞാൻ രോഗിയായി കിടന്നപ്പോഴേ ആപ്പിളും മുസംബിയേറ്റ് വന്ന ആളാ, നമ്മൾ പോയിട്ടില്ലെങ്കിൽ മോശല്ലേ? ഈ ചിന്തയിൽ എന്തൊരു കൂലിയ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചിലപ്പോ വീട്ടുകാരത്തി പറയും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോണം. കാരണം എന്തേ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഈ പകരത്തിന് പകരം ചെയ്യാന്നല്ലാതെ, അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തു വിചാരിക്കുമെന്ന ചിന്തയിലല്ലാതെ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ച് ചെയ്യുന്ന എത്ര പേരുണ്ട്? മുത്തുനബി പറഞ്ഞത് സ്വഹാബത്ത് കേട്ടിട്ടുണ്ട്. ഈ ചോദ്യം ചോദിച്ചപ്പോ സ്വഹാബത്ത് അനങ്ങാതിരിക്കുന്നുണ്ട്. അപ്പോഴുണ്ട് നേരത്തെ ഉയർന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും എഴുന്നേൽക്കുകയാണ്. നോക്കൂ, ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യമാണിത്. നബി ശേഷം അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, യാ റസൂലല്ലാഹ് അന യാ റസൂലല്ലാഹ്, എന്റെ സഹോദരന് ഇബ്നു ഔഫ് എന്നവർ രോഗിയായി കിടക്കുന്നത് എന്നോട് പറയപ്പെട്ടപ്പോൾ ഞാൻ ഇബ്നു ഔഫിന്റെ വീട്ടിൽ പോയി സന്ദർശിച്ചു. നബിയെ, രോഗവിവരം അന്വേഷിച്ചു. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. രോഗ സന്ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണത്. പല രൂപത്തിലുള്ള രോഗങ്ങളല്ലേ? പ്രതീക്ഷയില്ലാത്ത രോഗങ്ങളാണെങ്കിൽ പോലും നമ്മൾ അവിടെ പോയി ആ മനുഷ്യന്റെ മനസ്സ് കൂടുതൽ മുറിപ്പെടുത്താനല്ല. രോഗിയെ സന്ദർശിക്കുമ്പോ ചിലർക്ക് കുഴപ്പമുണ്ട് അല്ലേ? ചെറിയ അസുഖം ഉണ്ടാവുള്ളൂ, അതങ്ങ് പെരിപ്പിച്ച് ഇന്നാൾ അവിടെ മരിച്ചു, അവിടെ പിന്നെ മറ്റന്നാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ രോഗിയുടെ മനസ്സ് വിഷമിപ്പിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തവർ പോകാതിരിക്കുന്നതാണ് നല്ലത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറിച്ച് രോഗിക്ക് പ്രതീക്ഷ കൊടുക്കണം. മാറും ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ആ പ്രാർത്ഥനയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ? ചിലപ്പോ മഹാരോഗങ്ങൾ അല്ലാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ചില രോഗങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്തു ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിക്ർ പഠിപ്പിച്ചു തരട്ടെയോ? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യശ്ഫിയക്. 7 തവണ ചൊല്ലി ആ രോഗിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു ശിഫ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ രോഗമാണെങ്കിലും റബ്ബ് തആല രോഗത്തിന് ശിഫ കൊടുക്കും. അല്ലാഹു ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. രോഗിയെ സന്ദർശിച്ചാലുള്ള പ്രത്യേകത ഖുദ്സിയായ ഹദീസിൽ മുത്തുനബി പറയുന്നുണ്ട്, ഭക്ഷണത്തിന് വിശന്ന ആളുടെ അടുത്ത് നമ്മൾ കടന്നു ചെന്നിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ വന്ന് ചോദ്യം വരും അല്ലാഹുവിന്റെ, ഞാൻ വിശന്നപ്പോ നിങ്ങൾ എന്താ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? അടിമ ചോദിക്കുമത്രേ, അല്ലാഹുവേ നീയല്ലോ ഭക്ഷണം തരുന്ന ആൾ, നീയല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആൾ, നിനക്ക് വിശക്കുകയോ? അല്ലാഹ് ചോദിക്കുന്ന ചോദ്യാണിത്. നീ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആളല്ലേ, നിനക്ക് വിശക്കുകയോ? അന്ത റബ്ബുൽ ആലമീൻ, നീ സർവലോക രക്ഷിതാവല്ലേ, നീയല്ലേ ഭക്ഷണം തരുന്ന ആൾ, നിനക്ക് വിശക്കുകയോ? അപ്പൊ അല്ലാഹു പറയുന്നുണ്ട്, നിന്റെ നാട്ടിൽ ഇന്നാലിന്ന മനുഷ്യൻ, നിന്റെ പരിചയത്തിലുള്ള ഇന്നാലിന്ന ആൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോൾ നീ നിന്റെ മോളെ കല്യാണം അടിച്ചു പൊളിച്ചു അല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഇത്തരുണത്തിലാണ്. പാവങ്ങൾ മകളെ കെട്ടിക്കാൻ പ്രയാസപ്പെട്ട് കടവും കള്ളിയുമായി കടപ്പാടം പോലും നഷ്ടപ്പെടുത്തി പലരും ജീവിതം ഒരു പ്രതീക്ഷ പോലും നഷ്ടപ്പെടുത്തി കഴിയുമ്പോ ഗംഭീരൻ കല്യാണങ്ങൾ നടത്തുന്നവർ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. അല്ലാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പാവപ്പെട്ടവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്.
ചെയ്യരുതേ. പാവപ്പെട്ടവരുടെ സങ്കടങ്ങളെ കണ്ടറിയണേ. മുത്തുനബി സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, നിന്റെ നാട്ടിൽ ഒരാള് വിഷമിച്ച് കിടന്നപ്പോ നീ എന്തേ അയാൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നത്? നീ എങ്ങാനും അയാൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അത് എനിക്ക് തന്നതുപോലെയാണ്. വീണ്ടും ചോദിക്കും വെള്ളത്തെക്കുറിച്ച്, ഞാൻ ദാഹിച്ചപ്പോ നീ എന്താ എനിക്ക് വെള്ളം തരാതിരുന്നത്? അടിമ ചോദിക്കും, റബ്ബേ നീയാ റബ്ബുൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവല്ലേ, നീയല്ലേ വെള്ളം തരുന്നത്, നീയല്ലേ മഴയിറക്കുന്നത്, നിനക്ക് ദാഹമോ? അതെ, നിന്റെ നാട്ടിലൊരാൾ കൊടും വേനലിന്റെ സമയത്ത് നിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടായിട്ട് നീ കൊടുക്കാതെ നിനക്ക് വേണ്ടി പൂഴ്ത്തി വെച്ചപ്പോൾ ഒന്ന് കൊടുക്കാമായിരുന്നില്ലേ? നീ അയാൾക്ക് കുടിപ്പിച്ചിരുന്നുവെങ്കിൽ എനിക്ക് കുടിപ്പിച്ചതുപോലെയാണ് എന്ന് അല്ലാഹു ജല്ല ജലാലു പിന്നെ പറയുന്നത് രോഗിയെ കുറിച്ചാണ്. അല്ലാഹു അടിമയോട് ചോദിക്കും, ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നത്? ആ സമയത്ത് അടിമ പറയുന്നുണ്ട്, റബ്ബേ നീയല്ലേ രോഗം തരുന്നത്, നീയല്ലേ ശിഫയാക്കുന്നത്, നീയും രോഗിയാകുകയോ? അതെ, നിന്റെ നാട്ടിൽ, നിന്റെ പരിചയത്തിൽ, നിന്റെ സൗഹൃദത്തിൽ, നിന്റെ കുടുംബത്തിൽ ഇന്നാലിന്റെ മനുഷ്യൻ രോഗിയായി കിടന്നപ്പോ നീ ഒന്ന് ചെന്നിരുന്നോ? നീ ഒന്ന് ചെന്നിരുന്നോ? ചെന്നിട്ടില്ലല്ലോ. നീ എങ്ങാനും അവിടെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ. മറ്റുള്ള ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞത് എനിക്ക് തന്നതുപോലെ, വെള്ളത്തിന്റെ വിഷയത്തിലും എന്നെ കുടിപ്പിച്ചതുപോലെ. പക്ഷേ രോഗിയുടെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞതെന്നറിയോ? എന്നെ നിനക്ക് അവിടെ എത്തിക്കാമായിരുന്നു. രോഗിയുടെ അടുത്ത് അല്ലാഹു ഉണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ നിനക്ക് രോഗിയുടെ അടുത്ത് എത്തിക്കാമായിരുന്നു. നീ എന്തേ എന്നെ കാണാതിരുന്നത്, എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നത്? അതാണ് രോഗ സന്ദർശനത്തിന്റെ മഹത്വം. നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകരുതേ. വിഷമിക്കുന്ന ആലംബഹീനർക്ക്, അശരണർക്ക് അത്താണിയാകാൻ നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് സന്തോഷമായി, സ്വഹാബത്തിനും സന്തോഷമായി. നാലാമത്തെ വിഷയം, സ്വഹാബത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇനി എന്തായിരിക്കും, ഇനി എന്തായിരിക്കും? മുത്തുനബി ചോദിച്ചു, എന്റെ സ്വഹാബ, വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഇന്നാരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചവരുണ്ടോ? ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്ത് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ആരെങ്കിലുണ്ടോ? ആരെങ്കിലുമുണ്ടോ? സ്വഹാബത്ത് വീണ്ടും വിളിച്ചിരുന്നപ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതരുടെ പ്രിയപ്പെട്ട അനുയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാലാമതും എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. മുൻകൂട്ടി പറഞ്ഞ് ശട്ടം കൂട്ടിയതാണെന്ന് വിചാരിക്കണ്ട. അതാണ് മുഅ്മിനിന്റെ വിഷയം. മുഅ്മിൻ പരിശ്രമശാലിയായിരിക്കും. അത് നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമല്ല, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. എന്താണ് ജനാസയെ അനുഗമിച്ചാൽ ആ കൂലി കൂടി അറിയണ്ടേ? നമ്മൾ വിചാരിക്കും അത് പാർട്ടിക്കാരന്റെ വോട്ടാണ് എന്ന്. വോട്ടല്ല ജനാസ. അങ്ങനെ മനസ്സിലാക്കണ്ട. ജനാസയെ ആ സംസ്കരണ പ്രവൃത്തിക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ചിലർക്കൊരു ആളാവലുണ്ട് അല്ലേ? ജനാസ മയ്യിത്ത് ആ സമയത്ത് ഒരാളാവുന്ന ഒരു പരിപാടിയുണ്ട്. മുഅ്മിനെ ഞാനും നീയുമാണ് ചെയ്യുന്നതെങ്കിൽ ആളാവേണ്ടത് റബ്ബിന്റെ അടുത്താണ്. ജനാസ നിസ്കാരം വരെ ഒരുത്തൻ അനുഗമിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന കൂലി ഖീറാത്ത്, ഒരു ഖീറാത്താണ് കൂലി. റസൂലുള്ള പിന്നീട് പറയുന്നുണ്ട്, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, ഈ മയ്യത്തിന് മറമാടുന്നതുവരെ, ആ മയ്യത്തിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നതുവരെ കൂടെ നിന്നാൽ വീണ്ടും ഒരു ഖീറാത്ത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്താണ് ഖീറാത്ത്? അതൊരു കൂലിയാണല്ലോ, ഞങ്ങൾക്കത് മനസ്സിലായില്ല. എന്താണ് ഖീറാത്ത് നബിയേ? മുത്തുനബി പറഞ്ഞു കൊടുത്തു, മിസ്ലൽ ജബലൈനിൽ അലീമൈൻ, രണ്ട് മഹാപർവ്വതങ്ങളുടെ സ്ഥാനമാണ്
പിന്നെ 2 മഹാപർവ്വതങ്ങൾ, മദീനക്ക് ചുറ്റുമുള്ള ഉഹദടക്കമുള്ള പർവ്വതങ്ങളെ കണ്ടിട്ടാണ്, മലകളെ കണ്ടിട്ടാണ് മുത്തുനബി പറയുന്നത്, ഈ മലകളുടെ കനം അതെത്രയാണോ അത് മീസാനിൽ അത്രയും വലിയ കനമാണ്. ഒരു ജനാസയെ അനുഗമിക്കുക വഴി എന്റെയും നിന്റെയും അക്കൗണ്ടിലേക്ക് വരുന്നത് എന്ന് ആരും പറഞ്ഞതല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും ഉണ്ടായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ തിരുദൂതരോട് പറഞ്ഞു, നബിയേ ഞാനുണ്ട് നബിയേ, ഞാൻ ഇന്നൊരു ജനാസ സംസ്കരണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നബിയേ. ഇതെപ്പോഴാ? അതിന്റെ കൃത്യമായ സമയങ്ങളിൽ എല്ലാം നിർവഹിച്ചു. ആരെയും ബോധിപ്പിക്കാനല്ല, സ്വയം സന്നദ്ധമായി ഏറ്റെടുത്ത് വേണ്ട വിഷയങ്ങളൊക്കെ അപ്പോൾ ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞതുപോലെ ഒരു മുഅ്മിനിന് കഴിയും. അതാരെയും ബോധ്യപ്പെടുത്താനല്ല, അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടാനാണ്. മുത്തുനബി ചോദിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് അല്ലാഹു അല്ലാതെ ഒരാളും അറിയുമായിരുന്നില്ല. മുഅ്മിനെ, 4 വിഷയങ്ങളുടെയും മറുപടി പറയപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതർ അങ്ങ് ചിരിച്ചു എന്നാണ് ആ ഹദീസിൽ കാണാം. ഫളഹിക, മുത്തുനബി അങ്ങ് ചിരിച്ചു. ഹത്തസ്തലാ ബിഹിൽ ലഹിക്, അവിടുത്തെ ചിരി അങ്ങ് ഉയർന്നു പൊന്തി. അവിടുന്ന് പറയുന്നുണ്ട്, മജ്തമഅന ഹാദിഹിൽ ഉമൂർ, ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് ഒരു ദിവസം മുഴുവനായി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഇതെല്ലാം കൂടി ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ, ഒരേ ദിവസം തന്നെ നോമ്പുകാരൻ, അതേ ദിവസം തന്നെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തു, അതേ ദിവസം തന്നെ രോഗിയെ സന്ദർശിച്ചു, അതേ ദിവസം തന്നെ മയ്യത്തിന്റെ സംസ്കരണത്തിൽ പങ്കെടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇല്ലാ മുഅ്മിൻ, അതൊരു സത്യവിശ്വാസിക്ക് മാത്രമേ കഴിയൂ. വഇല്ലാ ദഖല ബിഹിന്നൽ ജന്ന, അതുകൊണ്ട് തന്നെ അവൻ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ഓതിയ സൂറത്ത് ഒന്നുകൂടി വ്യക്തമാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. തുടക്കത്തിൽ പറഞ്ഞത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചും അനാഥകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുമാണ്. പിന്നീട് പറഞ്ഞത് ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരും അതുപോലെ ചെറിയ ചെറിയ സഹായങ്ങൾ തടയുന്നവരുമാണ്. തലക്കലും അവസാനത്തിലും 2 മാനുഷിക പരിഗണനയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നടുവിലാണ് നിസ്കാരം പറഞ്ഞത്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ, ഏറ്റവും നല്ല നിസ്കാരക്കാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബിയുടെ അടുത്തു വന്ന് ഒരു സ്വഹാബി പരാതി പറയുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഹൃദയം വല്ലാതെ കടുത്തുപോയി, വല്ലാതെ കടുത്തുപോയി നബിയേ, എനിക്കത് മാറ്റാനൊരു ഉപായം പറഞ്ഞു തരൂ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ജാലിസിൽ മസാകീൻ, പാവപ്പെട്ടവരുടെ കൂടെ നീ ഇരിക്ക്, നീ പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്ക്, അവർക്ക് ഭക്ഷണം കൊടുക്ക്. വംസഹ് റഅസൽ യതീം, യതീമിന്റെ തല നീ തടവ്.
നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം അല്ലാഹു മാറ്റിത്തരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, മറ്റുള്ളവരെ സഹായിക്കാനും വിഷമനുഭവിക്കുന്ന വ്യക്തിയെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അന്ന് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം മാറുകയും റബ്ബിന്റെ അടുത്തേക്ക് ഏറ്റവും ഉന്നതനാവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ. അല്ലാഹുവിന്റെ നാമങ്ങളിൽ പ്രധാനമാണ് അർ-റഹ്മാൻ. അർ-റഹ്മാൻ, അർ-റഹ്മാൻ. ആ നാമത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം നിങ്ങൾ ആർജിക്കണേ. എന്താണ് അർ-റഹ്മാൻ? ആ സ്വഭാവം എന്താണോ അത് നിങ്ങൾ ആർജിച്ചെടുക്കണേ. എന്താണ് റഹ്മാൻ? അല്ലാഹുവിന്റെ തിരുദൂതർ വിശദീകരിക്കുന്നുണ്ടല്ലോ. അർ-റഹ്മാൻ എന്നാൽ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ. നമ്മൾ ആ സ്വഭാവം ആർജിക്കെന്ന് പറഞ്ഞാൽ നമ്മളോട് നല്ലതുപോലെ നിൽക്കുന്നവരോട് മാത്രമല്ല, നമ്മളോട് ഏതെങ്കിലും രൂപത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരോടും നമ്മളോട് നല്ല പോലെ അല്ലാത്തവരോടും സ്നേഹം കൊടുക്കാൻ, കരുണ കൊടുക്കാൻ, സഹായം ചെയ്യാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മുടെ വിജയമുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ ചുംബിക്കാറുണ്ട്. റസൂലുള്ളാഹിന്റെ മടിയിൽ അവിടുത്തെ പേരക്കുട്ടി ഇരിക്കുമ്പോ ആ പേരക്കുട്ടിയെ ചുംബിച്ചത് ആ കടന്നു വരുന്ന അറാബിയായ അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. റസൂലുള്ളാഹി ഈ കുഞ്ഞിനെ ചുംബിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ തിരുദൂതരോട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, എനിക്ക് 10 കുട്ടികളുണ്ട്, ഒരാളെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. വലിയ സംഭവം പോലെ പറഞ്ഞതാണ്. എനിക്ക് 10 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ഒരാളെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നൊരു വാക്കുണ്ട്, അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ ഊരിയെടുത്താൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മുഅ്മിനീങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. ഹൃദയത്തിൽ നിന്ന് കരുണ ഊരി മാറ്റപ്പെട്ടാൽ ഒരു നിവൃത്തിയുമില്ല. വളരെ ഗൗരവമായി ശ്രദ്ധിക്കുകയും നമ്മൾ നല്ല നല്ല വിഷയങ്ങളിലൂടെ യഥാർത്ഥ കരുണയിലേക്കും അള്ളാഹുവിന്റെ സ്വഭാവത്തിലേക്കും എത്താൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മോട് നല്ല പോലെ നിന്നവരോട് മാത്രമല്ല, ഏതെങ്കിലും രൂപത്തിൽ നമുക്കൊരു വിഷമമുണ്ടാകുന്ന പ്രവൃത്തി ചെയ്തവരോടും പൊറുക്കാനും മാപ്പാക്കി കൊടുക്കാനും നമുക്ക് കഴിയണം. അപ്പോഴേ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരികയുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ മനോഹരമായ ഒരു ആയത്തുണ്ട്. ആ ആയത്തിറങ്ങിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തു. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. അറിയാതെ പെട്ടുപോയ ഒരു വിഷയമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിന്റെ കഥ മുനാഫിഖീങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും പ്രചരിപ്പിക്കുകയും കപടവിശ്വാസികൾക്കിടയിൽ ആ ദുർവാർത്ത പരക്കുകയും വ്യാജമായ വാർത്ത ജനങ്ങൾക്കിടയിൽ പരന്നു. ചില പാവപ്പെട്ട സാധുക്കളായ മുസ്ലിമീങ്ങൾ അറിയാതെ ഈ ആരോപണത്തിന്റെ വാർത്ത ശരിയാണെന്ന് മനസ്സിലാക്കി അവർ അത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരും അത് പറയാൻ തുടങ്ങി. അങ്ങനെ അതിൽപ്പെട്ട ആളായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹു. മിസ്തഹ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പാവപ്പെട്ട സ്വഹാബിയാണ്.
ദരിദ്രനായ സ്വഹാബിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം കൂടുതൽ ചുറ്റിപ്പറ്റി കഴിഞ്ഞിരുന്നത്. മിസ്തഹ് എന്നവരുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പരിചരിച്ചിരുന്നത്. പക്ഷേ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് സ്ഥിരമായി ഭക്ഷണങ്ങളും ധാന്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ വീടിനെ നല്ലോണം സഹായിച്ചിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ തന്റെ സഹായത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹു തന്റെ മോളെ കുറിച്ച് മുനാഫിഖീങ്ങൾ പറഞ്ഞു പരത്തിയ ഒരു കപടമായ വാർത്ത, ഒരു വ്യാജ വാർത്തയിൽ ഇതേ മിസ്തഹ് പങ്കെടുത്തു എന്നറിയുമ്പോ ഒരു പിതാവിന്റെ മനസ്സെന്തായിരിക്കും? എന്തായിരിക്കും ഒരു പിതാവിന്റെ മനസ്സ്? ഞാൻ സഹായിക്കുന്ന ഒരു കുടുംബത്തിലൊരു വ്യക്തി എന്റെ മോളെ കുറിച്ച് അപകീർത്തിപരമായൊരു വാർത്ത നാട്ടിലാകെ പരക്കുമ്പോ, ആ വ്യക്തി അതിൽ ആളാകുമ്പോ എന്തായിരിക്കും ആ പിതാവിന്റെ മാനസികാവസ്ഥ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ശപഥമെടുത്തു, ഞാൻ ഇനി ഒരിക്കലും മിസ്തഹിന് സഹായം ചെയ്യില്ല. ഒരു പിതാവിന്റെ മനോഗതത്തിൽ നിന്നുണ്ടായൊരു തീരുമാനം, ഞാൻ ഇനി മിസ്തഹിന്റെ കുടുംബത്തിന് സഹായം ചെയ്യില്ല, ഞാൻ ചെയ്തതൊക്കെ നിർത്തിവെച്ചു, ഇനി ഞാൻ സഹായിക്കില്ല എന്നൊരു ശപഥമെടുത്തപ്പോ ആരാണ് ഇടപെട്ടതെന്നറിയോ? അല്ലാഹു ആണ് ഇടപെട്ടത്. സൂറത്തുൽ നൂറിൽ ആയത്ത് നമുക്ക് കാണാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മോട് മോശത്തരം ചെയ്ത ആളുകൾക്ക് പോലും നമ്മൾ കൊടുക്കേണ്ട സമീപനം ഏറ്റവും ഉദാത്തമാകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി അല്ലാഹു ആയത്തിറക്കുകയാണ്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അയ്യുതുൽ ഫുഖറാ വൽ മസാകീൻ അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീൻ. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും. മുഅ്മിനീങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും. മുഅ്മിനീങ്ങളെ, നിങ്ങളിൽ പണവും സമ്പത്തും ഇഷ്ടംപോലെ സൗകര്യവും അല്ലാഹു കൊടുത്ത ആളുകൾ ഒരിക്കലും സത്യമിടരുതേ, സത്യമിടരുത്. പാവപ്പെട്ടവർക്ക്, സ്വന്തം ബന്ധുജനങ്ങൾക്ക് കൊടുക്കില്ല എന്ന് സത്യമിടരുതേ. നിങ്ങൾ മാപ്പാക്കണേ, വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ. മുഅ്മിനിനെ പഠിപ്പിക്കുകയാണിത്. യഥാർത്ഥ മനുഷ്യന്റെ സൽസ്വഭാവത്തിലേക്ക് മുഅ്മിനിനെ ഉയർത്തുകയാണ്. സ്വന്തം മോളെ കുറിച്ച് അപകീർത്തികരമായ വാർത്ത പടച്ചുണ്ടാക്കി അത് പറയാൻ അങ്ങാടിയിലും അതുപോലെ പീഡികക്കൊലായിലും ഇന്നത്തെ പോലെ വാട്സപ്പിലും ഒക്കെ പറയാൻ ആളുണ്ടെങ്കിലും അല്ലാഹു അവരോട് പറയുന്നുണ്ട്, അതനുഭവിച്ച ആളുകൾ ദേഷ്യം മറ്റേതെങ്കിലും രൂപത്തിൽ തീർക്കലല്ല, വല്യഅഫൂ, നിങ്ങൾ മാപ്പാക്കി കൊടുക്കണേ, വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണേ. എന്നിട്ട് അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അലാ തുഹിബ്ബൂൻ അയ്യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരുന്നതിനെ നിങ്ങൾക്കിഷ്ടമല്ലേ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരുന്നത് നിങ്ങൾക്കിഷ്ടമല്ലേ? അല്ലാഹു കൂടുതൽ പൊറുക്കുന്നവനും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാപ്പാക്കി കൊടുക്കണേ, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുമ്പോ മാനുഷികമായ പരിഗണന നമ്മോട് മോശത്തരം ചെയ്തവരോട് പോലും നിങ്ങൾ ചെയ്യണേ, നല്ല പോലെ പെരുമാറണേ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാണ് നമ്മൾ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഒരാളോടുള്ള ദേഷ്യം പോലും വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു പരാമർശമാണ്. ഒരു സമൂഹത്തിനോടുള്ള, ഒരു ജനവിഭാഗത്തിനോടുള്ള വിദ്വേഷം അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഒരാളോടുള്ള ദേഷ്യം അയാളോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതിക്കു വേണ്ടി വന്നവരാണ്, നിങ്ങൾ മനുഷ്യത്വത്തിന് വേണ്ടി വന്നവരാണ്. ഏറ്റവും നല്ലതിനെ പറയുകയും ഏറ്റവും നല്ലതിനെ പകർന്നു കൊടുക്കേണ്ടവരുമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീറുൽ റിഫാഈ റളിയല്ലാഹു അൻഹു വിലായത്തിന്റെ ഉന്നത പദവിയിലേക്ക് എത്താനുള്ള ഒരു കാരണം പറയുന്നുണ്ട്. വിലായത്തിന്റെ ഉന്നത പദവിയിലേക്ക് എത്താനുള്ള കാരണം ഏതെന്നോ, ബഗ്ദാദിന്റെ തെരുവീതിയിലൂടെ വിഷമിച്ച് നടന്നിരുന്ന ഒരു നായയെ ശരീരത്തിൽ നിന്ന് മുറിവിലൂടെ ചോരയും ചലവും ഒഴുകിയിരുന്ന, വളരെ വിഷമിച്ച് വളരെ മെലിഞ്ഞൊട്ടി ഭക്ഷണം കിട്ടാതെ ബഗ്ദാദിന്റെ തെരുവീതിയിലൂടെ വിഷമിച്ച് നടന്നുപോയ ഒരു നായയെ കണ്ട് മനസ്സലിഞ്ഞ് സ്വന്തം വീട്ടിൽ സ്വന്തം സങ്കേതത്തിൽ ഒരു ടെന്റ് കെട്ടിക്കൊടുത്ത് ആ നായയെ കൊണ്ടുവന്ന് പരിചരിക്കുകയും അതിന്റെ മുറിവ് വെച്ച് കെട്ടി അതിനെ സ്നേഹിക്കുകയും അതിന് വേണ്ട ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും അതിനെ പരിചരിച്ച് മുറിവ് ഭേദമാക്കിയത് കൊടുത്തത് കണ്ടപ്പോ മുരീദന്മാര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ ഇങ്ങനെ ചെയ്യാൻ? മഹാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ നായ ഇങ്ങനെ തന്നെ മരണപ്പെട്ടാൽ അല്ലാഹു എന്നോട് ചോദിക്കും റബ്ബിന്റെ ഒരു സൃഷ്ടിയാണിത്, ഇതിനോട് കരുണ കാണിക്കേണ്ടത് എന്റെ ദൗത്യമാണെന്ന് പറഞ്ഞ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു പരിചരിച്ചതും സ്നേഹം കൊടുത്തതും ഒരു നായയോടാണെങ്കിൽ കണ്ടാലെറിയപ്പെടുകയും 7 വട്ടം തൊട്ടാൽ കഴുകപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിയെ പരിചരിച്ചതുകൊണ്ട് വിലായത്തിന്റെ ഉന്നത പദവിയിലേക്ക് എത്താൻ കാരണമായത് ആ സംഭവമാണ് എന്ന് ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു നായോടുള്ള ആ പരിചരണം പോലും ദീനിൽ സ്ഥാനമുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, മനുഷ്യന്മാരോടും മറ്റു സഹജീവികളോടും നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടവരാണെന്ന് ഇത്തരം സംഭവങ്ങൾ പഠിപ്പിക്കുകയാണ്. മാന്യത വിട്ട് മനുഷ്യത്വം വിട്ട് ഒരു കളിക്കും നമ്മൾ നിൽക്കരുതേ. ഇനിയുള്ള കാലഘട്ടം അത്രമേൽ ദുഷിച്ച ചിന്തകളും വിഭാഗങ്ങളും കൂടുതൽ വരുന്ന കാലമായതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിന്റെ മാന്യതയിൽ നിന്നിട്ടാണ് നമ്മൾ ഇതിനോടൊക്കെ നേരിടേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇലാ ഹളറത്തി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.